അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മുടെ മീലാദ് പരിപാടി ഇൻഷാ അല്ലാഹ് അവസാനത്തിലേക്ക് അടുക്കുകയാണ്. പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഈ സദസ്സിൽ കയറിയിരുന്ന് ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ പ്രഭാഷണ വേദികളിലെ ആത്മീയ നേതൃത്വം ഇടതടവില്ലാതെ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ആത്മീയ വലിയ നേതൃത്വം നമുക്കൊക്കെ അറിയാം. സയ്യിദ് ശിഹാബുദ്ദീൻ അഹദൽ മുത്തനൂർ തങ്ങൾ പാപ്പ അൽഹംദുലില്ലാഹ് വളരെ നേരത്തെ നമ്മുടെ സദസ്സിൽ വന്ന് അൽഹംദുലില്ലാഹ് നമ്മളോടൊപ്പം ഉണ്ട്. ഒന്നരായ ഏറ്റവും വലിയ നേതൃത്വം വന്നിരായ സയ്യിദ് ശിഹാബുദ്ദീൻ അഹദൽ മുത്തലൂർ തങ്ങൾ പാപ്പ മഹാനവറുകൾ നമ്മുടെ സ്റ്റേജിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ദീനി ഖിദ്മത്തിലായി ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നൽകുമാറാവട്ടെ. 3-4 ദിവസമായി നാട്ടിൽ നിന്ന് പുറപ്പെട്ട് പല രാജ്യങ്ങളിലൂടെയായി ഇന്ന് പ്രഭാതത്തിലാണ് സുബഹിന്റെ മൗലീദിൽ അൽഹംദുലില്ലാഹ് സംബന്ധിക്കുകയും ആത്മീയമായ ഉപദേശ നിർദ്ദേശങ്ങളും ആത്മീയമായ ദുആ ചെയ്യുകയും ചെയ്തു തന്ന് ഈ ചെറിയ പ്രായത്തിൽ ദീനി ഖിദ്മത്തിലായി അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കിട്ടിയ ഒരു വലിയ മഹാസയ്യിദ് അവറുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏകദേശം 313 മദ്രസ കേരളത്തിൽ എടുക്കണമെന്ന് മനസ്സിൽ കരുതുകയും കുറഞ്ഞ കാലം കൊണ്ട് 241 പൂർത്തിയാക്കി. അൽഹംദുലില്ലാഹ്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ വന്ന് പഠിക്കുമ്പോൾ അത് തന്നെയാണ് തങ്ങളുടെ ജീവിതത്തിലെ വലിയ വിജയം. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും വീടില്ലാത്തവർക്കും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തില്ലാത്ത നാടുകളിലും സ്ഥലങ്ങളിലും പോയി സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മഹാനവറുകൾ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ സദസ്സിൽ നമുക്ക് ദുആ ചെയ്തു തരുവാനും ആത്മീയമായ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ ഉസ്താദ് അവറുകൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഒന്നരായി തങ്ങൾ ഉസ്താദ് ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ഒന്നും കൂടെ നമ്മുടെ സദസ്സിലേക്ക് കയറിയിരുന്ന് സദസ്സ് ഭംഗിയാക്കി തരണമെന്നും സഹോദരിമാരുടെ ഭാഗത്ത് ചെറിയ കുട്ടികളുടെ ശബ്ദമുണ്ട്, ആ ശബ്ദമൊന്ന് കുട്ടികളെ നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഒന്നരായി തങ്ങൾ ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇലാ ഹദറത്ത് നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين خصوصا وإلى حضرة البدريين واللحديين والخندقين والخيبريين وإلى حضرة خواجة معين الدين جستي الأجميري قدس الله سره اللذيذ وابنه فخر الدين باب السلواري قدس الله سره اللذيذ وابن ابنه أسام الدين سامباري قدس الله سره اللذيذ وإلى حضرة جدي علي القطب الأهدل قدس الله سره اللذيذ وإلى حضرة الأولياء من مشارق الأرض إلى مغاربها الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد
لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദറിൻ്റെ ഹുദൂറും അവിടുത്തെ ഹിമായത്തും ഹിഫ്ളുമൊക്കെയുള്ള നല്ല സദസ്സാക്കി അള്ളാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഉപ്പമാർ, ഉപ്പാപ്പമാർ, ഉമ്മമാർ, ഉമ്മാമ്മമാർ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ പലവരും മരണപ്പെട്ടു പോയി. അവരുടെ ഖബറിലേക്ക് ഈ മജ്ലിസിൻ്റെ സവാബ് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികളുണ്ട്, കുടുംബത്തിൽ രോഗികളുണ്ട്. പ്രത്യേകമായും ഇന്ന് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ ഈ സദസ്സിലുള്ള ആളുകളുടെ പലവാരുടെയും ഉമ്മമാർ ICUലാണ്. ഇത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോവാൻ നിൽക്കുന്ന ആളുകൾ ഈ സദസ്സിലുണ്ട്. അതുപോലെ ജയിലിൽ അടക്കപ്പെട്ട ആളുകളുണ്ട്. ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ആണ്ടുമാസമുള്ളവരുണ്ട്. അങ്ങനെ പല നിലക്കുള്ള വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും മറ്റൊരുത്തൻ്റെ മുമ്പിൽ പറയാൻ വേദനയുള്ള ധാരാളം കാര്യങ്ങളെ കൊണ്ട് മനസ്സിൽ പിടിച്ച് അമർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ധാരാളം പ്രയാസങ്ങളുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഭാര്യയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ഭർത്താക്കന്മാരിൽ പ്രശ്നം അനുഭവിക്കുന്ന ഭാര്യമാർ, രണ്ടുപേരും സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി ഒരു ഇടം എന്ന നിലയിൽ പ്രവാസ ലോകത്തിലേക്ക് കയറി എന്നിട്ടും വീടുകളിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, ഇന്ന് ടെലിഫോൺ ചെയ്തുകൊണ്ട് സംസാരിച്ച ധാരാളം ആളുകളുണ്ട്. എല്ലാത്തിനും പരിഹാരം ദുആ മാത്രമാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു മുഅ്മിനിൻ്റെ ആയുധം അത് പ്രാർത്ഥനയാണ്. അത് ഇൻഷാ അല്ലാഹ് ഈ മുബാറക്കായ മജ്ലിസ് എല്ലാം കൊണ്ടും ഇജാബത്തുള്ള ദിവസമാണെന്ന്. റബീഉൽ അവ്വൽ 12 1500-ാം ജന്മദിനം ലോകമെങ്ങാടും ഇന്ന് നമുക്ക് ഫേസ്ബുക്കിലും യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ നമ്മുടെ നാടുകളിലുള്ള ധാരാളം പരിപാടികളാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക. ഇത് വലിയ സന്തോഷമാണ്. അങ്ങനെ അൽഹംദുലില്ലാഹ് ലോകം എല്ലാ സ്ഥലങ്ങളിലും ഈ സുന്ദരമായ രൂപത്തിലുള്ള മജ്ലിസ് നടക്കുമ്പോൾ നാമും ഇവിടെ ഈ ഒരു കുടുസായ ജീവിതത്തിൻ്റെ ഇടയിൽ അവിടത്തോടുള്ള മഹബത്ത് എല്ലാ നിലങ്ങളിലും ഒതുങ്ങിക്കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മളും അവിടത്തോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് എല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് വൈകിയ സമയമാണ്. നാളെ രാവിലെ ജോലിക്ക് പോകാനുള്ള ആളുകളുണ്ട്. എല്ലാം പരിഗണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരല്പനേരം ഇൻഷാ അല്ലാഹ് 2 കലിമത്ത് പറഞ്ഞ് നമുക്ക് പ്രധാനമായും ഇനി ഇവിടെ പ്രതീക്ഷിക്കുന്ന ദുആയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഇടന്ന് തൂർന്ന് കസാലയൊക്കെ ഒന്ന് അങ്ങോട്ട് വലിച്ചിട്ട് മുമ്പോട്ട് നിന്നാൽ ഈ ആളുകൾക്ക് എല്ലാവരും ഒന്ന് മുമ്പോട്ട് കയറിയിരിക്കുന്ന അങ്ങനെ എല്ലാവരും ഒന്ന് അടുത്തിരിക്കുന്ന. ഞാനൊക്കെ ഒരു നിലത്തേക്ക് നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഇതിങ്ങനെ തിരിയണം. അപ്പം എല്ലാവരും ഒന്ന് അടുത്തിരിക്കും. അതാ ഈ ഇടയിലേക്ക് കസാല മെലിഞ്ഞ് എല്ലാവരും ഒന്ന് അടുത്തുകൊണ്ടിരുന്നാൽ പ്രാർത്ഥ. സഹോദരിമാരൊക്കെ മാക്സിമം കുട്ടികളെ സംസാരം ഇല്ലാതിരിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. അവരെ സമയം കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളെ കുറഞ്ഞ സമയം മാത്രമേ കുട്ടികൾക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും.
പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ഒരു പരിപാടിയുണ്ട്. ആ പരിപാടി മഹല്ല് കുടുംബ സംഗമം വെക്കും. മഹല്ല് കുടുംബ സംഗമം വെക്കണ എന്തിനാണ്? നാട്ടിൽ എന്തെങ്കിലുമൊക്കെ വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടാവും. ഒന്നിരിക്കൽ പള്ളി വിശാലമാക്കണം, ഇല്ലെങ്കിൽ മദ്രസ വിശാലമാക്കണം. അതിന് വിവാഹം വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തും. അവരൊക്കെ ഒരു പവനോ അര പവനോ സ്വർണ്ണമൊക്കെ പള്ളിക്ക് തന്നാൽ പള്ളിയുടെ പണി പൂർത്തിയാക്കാമായിരുന്നു എന്നായിരുന്നു. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ പണി പൂർത്തിയാക്കിയ ഭർത്താക്കന്മാരുണ്ടാകുമ്പോൾ പിന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാ ആളുകളും വിളിച്ചു വന്ന് പിന്നെ ഒരു അരമണിക്കൂറിന് കഴിഞ്ഞാൽ പിന്നെ സംസാരം തുടങ്ങും. പിന്നെ നമ്മൾ പറയുന്ന സംഗതി ഒന്നും ഓല് കേൾക്കൂല. കാരണം അവർക്ക് 10 കൊല്ലം 15 കൊല്ലം മുമ്പൊക്കെ കണ്ട ഒപ്പം ഒരു ക്ലാസ്സിൽ പഠിച്ച പെൺകുട്ടികളെ കാര്യം. എനിക്ക് എത്ര കുട്ടികളായി? 3 എനിക്ക് 3, 4-മത്തൊന്ന് മരിച്ച്, ഇനി 5-മത്തെ പള്ളിയിലുണ്ട്. ഇതിൻ്റെ എല്ലാ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിലൂടെ പിന്നെ ഉണ്ടാക്കിയ കടവും ഗൾഫ് കൊരട്ടം കൊണ്ടുപോയതും ഗൾഫ് കൊണ്ടുപോയിട്ട് അവിടുന്ന് കുലുമാലൂടി നാട്ടിൽ തന്നെ പറഞ്ഞയച്ചതും ഈ കഥയൊക്കെ പാടെ പറയുമ്പോഴേക്കും സമയം പിന്നെ അങ്ങനെ നമ്മളെ വേദന കേൾക്കാനൊന്നും ഉണ്ടാവില്ല. ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഇന്ന് ഈ മിക്ക ഇതിലിരിക്കുന്ന ആളുകൾ. ഓരോ ആളുകളുടെയും നെറ്റിയിലേക്ക് നോക്കുമ്പോൾ ഓരോരുത്തരുടെയും നെറ്റി ധാരാളം കഥകൾ പറയുന്നുണ്ട്. കടമുള്ളവരുണ്ട്, പ്രശ്നങ്ങളുള്ളവരുണ്ട്. അൽഹംദുലില്ലാ എന്ന് പലപ്പോഴും പറയാൻ മറന്നു പോകുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാ എന്ന് പറയാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ പൊതുവേ മലയാളികളാകുന്ന ആളുകൾ എപ്പോഴും പറയാ അങ്ങനെ തട്ടിമുട്ടി പോകുന്നതെന്നാണ്. അൽഹംദുലില്ലാ എന്ന് പറയാറില്ല അവർ. എപ്പോഴും അങ്ങനെ പറയാം. ഇനി ഒരു 10 കടയുണ്ട്, ആ കടയിലൊക്കെ നല്ല കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം കോഴിക്കോട് ടൗണിലും വയനാടും ഒക്കെ ഓരോ ബിൽഡിംഗ് ആയിട്ടുണ്ട്. ഇനി ഒരു റിസോർട്ടിന് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. എറണാകുളത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാൻ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് കച്ചവടം? അങ്ങനെ തട്ടിമുട്ടി പോണു ഉസ്താദേ. അപ്പോഴും അങ്ങനെ തന്നെ അവരോട്. ഇനി ഒന്നുമില്ലാത്ത ആളുകൾ അങ്ങനെ ഉണ്ടാവും. എന്നാൽ പലപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആളുകൾ ഈ ഗൂഡല്ലൂർ ഭാഗങ്ങളിലും അതുപോലെ വയനാടിൻ്റെ പല ഭാഗങ്ങളിലുമൊക്കെ താമസിക്കുന്ന പാടിയിൽ താമസിക്കുന്ന ആളുകളുണ്ട്. പാടി എന്ന് പറഞ്ഞാൽ ഈ തേയില നുള്ളുന്ന ഒരു ടീമുണ്ട്. ദിവസക്കൂലി 300 രൂപയാണ്. ദിവസവും 300 രൂപക്ക് തേയില പറിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ആ സഹോദരിമാർക്ക് വീടില്ല, ഒന്നുമില്ല. അവർക്കൊരു ചെറിയ കൊച്ചു വീട് മാത്രം ഉണ്ടാകും. അതിൽ തന്നെയാണ് അവരുടെ മാസ്റ്റർ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡും എല്ലാം അങ്ങനെ തന്നെയാണ്. പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ വയനാടിൽ വാൾപ്പാറ എന്ന് പറയുന്ന സ്ഥലം പൊള്ളാച്ചിയിൽ നിന്ന് 42 വളവ് വളഞ്ഞ് എത്തുന്ന ഒരു സ്ഥലമാണ് വാൾപ്പാറ. ഈ വാൾപ്പാറയിൽ 5 മഹല്ലിൻ്റെ ഖാദിയാണ് ഞാൻ. ആ വാൾപ്പാറയിൽ അവിടെ ചെന്നാൽ പലപ്പോഴും പത്രത്തിൽ കാണാൻ കഴിയും, ഈ കുട്ടികളെ കടുവ കടിച്ചു. പടുത്ത് ഈ കഴിഞ്ഞ മാസവും ഈ മാസമായിട്ട് 2 കുട്ടികളെ കടിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ കുട്ടികളൊക്കെ കടുവ കടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്ക് വീട്ടിൽ നിന്ന് രാത്രി സമയങ്ങളിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന ആളുകളാണ്. ഒരു മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ കുട്ടികൾ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് ഈ കടുവ കടിക്കുന്നത്. അല്ലാത്തൊന്നുമില്ല. ഒരു വിശാലമായി കളിക്കാനുള്ള ഒരു സ്ഥലമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണൊക്കെ ഉള്ളത്. അതിൻ്റെ ഇടയിൽ നാം അൽഹംദുലില്ലാ സന്തോഷത്തോടു കൂടെ ജീവിക്കേണ്ട ആളുകളാണ്. എന്നാൽ സന്തോഷമുണ്ടെങ്കിലും അത് അള്ളാഹുവിനോട് പ്രകടിപ്പിക്കാത്ത ആളുകളാണ് പലപ്പോഴും നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഒരല്പനേരം നാം ഒക്കെ അൽഹംദുലില്ലാ സന്തോഷത്തോടു കൂടെ ഇരുന്ന്, എന്നുമില്ല, നിങ്ങൾക്ക് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഇങ്ങനെയുള്ളൊരു പരിപാടിയുള്ളൂ, വേറെ ഒന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും സമാപനാണ്. നിങ്ങൾ കരുത് ഇന്നിപ്പം ഇത് എപ്പോഴാണ് കഴിഞ്ഞിട്ട് പോകുക നിങ്ങൾ ചിന്തിക്കും. ഞങ്ങൾക്ക് എന്നും സമാപനാണ്. ഞാനിപ്പോൾ ബുധനാഴ്ച റണ്ണിങ് തുടങ്ങിയതാണ്. ബുധനാഴ്ച എറണാകുളം അടുത്ത് ആലുവ അടുത്തൊരു പരിപാടി കഴിഞ്ഞ് രാത്രി കയറി. അങ്ങനെ രാവിലെ വ്യാഴാഴ്ച പുലർച്ചെ വന്നിറങ്ങി. 4-5 പരിപാടികൾ കഴിഞ്ഞിട്ട് നേരെ 2:40 ഫ്ലൈറ്റ് കയറി ഷാർജയിലെത്തി. ഷാർജയിലെ പ്രോഗ്രാം കഴിഞ്ഞ്
അവിടുന്ന് 2:40 വീണ്ടും ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തി. ഇവിടുത്തെ പ്രഭാത പരിപാടിയിൽ പങ്കെടുത്ത് ഇനി ഇൻഷാ അള്ളാ രാവിലെ വീണ്ടും 9 മണിക്ക് പോയി ദുബായിലെത്തി. നാളെ ദുബായിൽ വേറൊരു പരിപാടിയിൽ പങ്കെടുത്ത് അങ്ങനെ രാത്രി 1:30 മണിക്ക് ദുബായിൽ നിന്ന് വീണ്ടും ഫ്ലൈറ്റ് കയറി നാട്ടിലെത്തി. 9:30 മണിയാകുമ്പോൾ കുന്നുംപുറത്ത് കൊണ്ടോട്ടി ഒരു നിക്കാഹിനെത്തണം. അങ്ങനെ 2-3 പരിപാടികൾ കഴിഞ്ഞ് പിന്നെ വീണ്ടും 2 മണിക്ക് ട്രെയിൻ കയറി അങ്ങനെ നീലേശ്വരം ചായോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരിപാടിക്ക് എത്തണം, മദ്രസ ഉദ്ഘാടനത്തിന് വേണ്ടി. ഇതിൻ്റെ ഇടയിൽ ഞമ്മക്കും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം നിങ്ങൾ അറിയിക്കുകയാണ്. ഇതെന്തിനാന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കുറച്ച് നേരം സമാധാനത്തോടു കൂടെ ഇരിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. ഇനി നിങ്ങളെ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ നിങ്ങളുണ്ടാവും. അപ്പം നിങ്ങളിങ്ങനെ കരുതും അള്ളാഹ് ഓൽക്ക് നല്ല സുഖമാണ്, ആ നല്ല സുഖമാണ്. അപ്പം ഞങ്ങളെ കൂടെ ഒരു 2 ദിവസം യാത്ര ചെയ്യുമ്പോഴാണ് ഞങ്ങളെ സുഖങ്ങളൊക്കെ അറിയുക. അപ്പം അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഒരല്പം നേരം എല്ലാവരും സന്തോഷത്തോടു കൂടെ ഇരുന്ന് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ സംഗമം അള്ളാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. യഥാർത്ഥത്തിൽ 1500-ാം ജന്മദിനം നാം ആഘോഷിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. അവിടത്തോടുള്ള മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നമ്മൾ കൊണ്ടുവരിക. അതാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഭാര്യയോട് നമുക്ക് മഹബ്ബത്തുണ്ടെങ്കിൽ ആ ഭാര്യ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സാണ് നമ്മൾ ധരിക്കുക. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സാണ് ഭാര്യയും ധരിക്കുക. എത്ര നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഉഷാറായി നമ്മൾ രാവിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് പോകാനുണ്ടെന്ന് സങ്കല്പിച്ചോ. ആ മീറ്റിങ്ങിന് നമ്മൾ പോകാൻ നേരത്ത് ഭാര്യയോടൊന്ന് പറഞ്ഞു പോവുക എന്ന നിലയിൽ പലപ്പോഴും പല സഹോദരങ്ങളുമൊക്കെ ഭാര്യയോട് സലാം പറയാൻ വേണ്ടി മറന്നു പോകുന്ന ആളുകളാണ്. ഭാര്യയോട് സലാം പറയൽ എപ്പോഴാണ്? നമ്മൾ ഗൾഫിൽ നിന്ന് മാത്രമേ സലാം പറയുള്ളൂ. ഗൾഫിൽ നിന്ന് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പെണ്ണുങ്ങളോട് പറയും, വലൈക്കും അസ്സലാം എന്ന സലാം അടക്കും, ഓളിങ്ങോട്ടും സലാം പറയും. പക്ഷേ നാട്ടിലെത്തിയാൽ 6 മാസത്തെ ലീവിന് നമ്മൾ ചെന്നാൽ 3 മാസത്തെ ലീവിന് നമ്മൾ ചെന്നാൽ സലാം നമ്മൾ പറയാറില്ല. കാരണം പറഞ്ഞാൽ ചിലപ്പോൾ ഉമ്മ പ്രശ്നം ഉണ്ടാക്കും. ഓൻ്റെ ഒരു സലാം ഓൻ്റെ പെണ്ണുങ്ങളെ ഒൽപ്പിച്ചാൻ കണ്ടുകണ്. ഇങ്ങനത്തെ കുറേ അമ്മായിമാരുണ്ട്. ഒന്നിരിക്കൽ ഓല് നന്നാവുക, ഇല്ലെങ്കിൽ ഓല് മരിച്ചുക. രണ്ടായാലും സംഗതി നടന്നെങ്കിൽ ഇനി ലോകം നന്നാവുള്ളൂ. ഇപ്പം ഞാൻ ഈ വടി ഒമാനിൽ വന്നതിന് ശേഷം ചിലപ്പോൾ പരിപാടിക്ക് പോകുമ്പോൾ ഈ വടി പിടിക്കും ഞാൻ. അപ്പം എന്നോട് ആളുകൾ യൂട്യൂബിൽ കമൻറ്റ് അടിച്ച് ചോദിച്ചു, തങ്ങളെ എന്താ വടിയൊക്കെ എടുത്ത് കാലിന് വല്ല പ്രശ്നമുണ്ടോ? അല്ല, ജനറൽ ബോഡിക്ക് പോകുമ്പോൾ കൊണ്ടകാളാണ്. ചില സ്ഥലത്തേക്കൊക്കെ ജനറൽ ബോഡിക്ക് പോകുമ്പോൾ വടിയേറ്റും പോകണം. ഇത് 2 രൂപത്തിൽ ഉപയോഗിക്കാം. പക്ഷെ ഇത് വടിയായി കൊണ്ടുവന്നതാണെന്ന് തിരിയാതിരിക്കാൻ നല്ല വടിയാണ് നല്ലത്. നേരെ മറിച്ച് ഒരു മനുഷ്യരെ തല്ലാൻ പറ്റിയൊരു വടിയായിട്ടാകുമ്പോൾ തല്ലാൻ പോയത് തന്നെ കരുതും. ഇത് 2 കൊലത്തും വെക്കാം. അപ്പോൾ വേണ്ടി വന്നാൽ 2 കൊലത്തിൽ ഉപയോഗിക്കാൻ നടത്തും. അപ്പോൾ പലപ്പോഴും അങ്ങനെയാണ്. ചില കമ്മിറ്റിയൊക്കെ റെഡി ആവണമെങ്കിൽ പലപ്പോഴും ചില ആളുകളൊക്കെ മരിക്കേണ്ടി വരും. ചില പള്ളിയിൽ AC വെക്കാൻ പറ്റൂല, ചില മദ്രസയിൽ AC വെക്കാൻ പറ്റൂല. ഇല്ലെങ്കിലോ ഉമ്മൻ്റെ റൂമിൽ AC വെച്ചെങ്കിൽ മാത്രമാണ് നമ്മളെ റൂമിൽ AC വെക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇല്ലെങ്കിൽ സമസ്ത പിളർന്നു പോകും. അപ്പം അതുകൊണ്ട് സമസ്ത പിളരാതെ ക്ലിയർ ചെയ്ത് പോകണമെങ്കിൽ ആദ്യം ഉമ്മൻ്റെ റൂമിൽ ഒരു AC വെക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നമുക്ക് AC വെക്കാൻ കഴിയുള്ളൂ. ഇതൊരു മനഃശാസ്ത്രമാണ്. അതങ്ങനെ തന്നെയാണ്. അതിൻ്റെ അർത്ഥങ്ങൾ ഒരു AC വാങ്ങാൻ കഴിവുള്ളൂ. അതുകൊണ്ട് ഉമ്മ മരിക്കാൻ വേണ്ടിയിട്ട് ആരും സംഭാവന കൊടുത്ത് തോരപ്പിക്കരുത്. ഇതൊക്കെ കൊടുത്താലും പ്രശ്നമുണ്ടാക്കുന്ന കുടുംബങ്ങളുണ്ടാവും. ഇവിടെയെല്ലാം നമ്മൾ വളരെ യുക്തിയോടുകൂടെ നമ്മൾ പെരുമാറേണ്ടതുണ്ട്. ഇന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കുടുംബജീവിതത്തിലാണ്. സത്യത്തിൽ നമ്മുടെ ഭാര്യയുമായി നമ്മൾ നല്ല നിലക്ക് ജീവിക്കുമ്പോൾ, ഭാര്യ ഭർത്താവുമായി നല്ല നിലയിൽ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ കുടുംബത്തിൽ റാഹത്തുണ്ടാവും, അവൻ്റെ കിട്ടുന്ന പണത്തിൽ നല്ല റാഹത്തുണ്ടാവും. നല്ല സന്തോഷമുള്ള ജീവിതമാണത്. നല്ല സന്തോഷമാണ്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സമാധാനം ഇല്ലെങ്കിൽ മൊത്തം അവൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. നമ്മളൊക്കെ പലപ്പോഴും നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു പെട്ടി കെട്ടാൻ വേണ്ടി വിഷമിക്കുന്ന ആളുകളാണ്.
ഒരു നിട വാങ്ങിയാൽ 3 എണ്ണം വാങ്ങണം. ഒരു പാല് കുപ്പി വാങ്ങണമെങ്കിൽ അത് വേറെ 4 എണ്ണം വാങ്ങണം. ഒരു മുടിമക്കുത്തി വാങ്ങണമെങ്കിൽ 8 എണ്ണം വേണം. കാരണം എല്ലാവരും കൂടി ക്ലിയർ ചെയ്ത് പോവാൻ പലപ്പോഴുമൊക്കെ പ്രയാസപ്പെട്ട് സ്വന്തമായി നമ്മുടെ കുടുംബത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭാര്യയോട് നമുക്ക് മഹബത്തുണ്ടെങ്കിൽ ആ ഭാര്യ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി രാവിലെ നമ്മൾ എണീച്ച് കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സന്തോഷത്തോടു കൂടെ ഭാര്യയോട് ചെന്നിട്ട് സലാം പറയാം, ഞാൻ പോവുകയാണ് മോളോ, സലാം അലൈക്കും, സലാം പറഞ്ഞു നമ്മളെ. അപ്പോൾ ഓളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലാ ഇന്നിപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട കമ്പനികളുടെ മീറ്റിങ്ങിനല്ല പോകുന്നത്, ഈ ഷർട്ടും ഫാൻറ്റും അപ്പം നിങ്ങൾ ഇട്ടത്, ഇത് നിങ്ങൾക്കൊരു മാച്ചും ആയിട്ടില്ല, ഇത് നിങ്ങൾക്ക് മാച്ചായിട്ടില്ല. കഴിഞ്ഞ 4 ദിവസം മുമ്പ് നമ്മൾ മാളുവിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ നമ്മൾ ഒരു ഫാൻറ്റും കുപ്പായിട്ട് ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നല്ല ഉഷാറുണ്ടേനി, ഞാൻ അതിട്ട് പോയിക്കോളി, ഞാനത് വേഗം ചെയ്തുതരാം, ഒന്ന് അയൺ ചെയ്ത് നല്ല ഉഷാറാക്കി ഇപ്പം കൊണ്ടുവന്ന് തരാം എന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് മാത്രമേ യാത്രക്ക് സമയമുള്ളൂ. ആ സമയത്ത് ഒരു ഭാര്യ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ സമയത്ത് ഒരു ഭാര്യ പറയുമ്പോൾ സ്നേഹമുള്ള ഒരു ഭർത്താവാണെങ്കിൽ എന്നാ റെഡി, നീ വേഗം അത് കൊണ്ടുപോവാ, വേഗം അത് കൊണ്ടുപോവാ. ഭാര്യ അത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കും. സ്നേഹമില്ലാത്ത ഒരു കുടുംബമാണെങ്കിലോ അവിടെ നമ്മൾ പറയുന്ന വാക്കെന്താ, ഈ ഒന്ന് ചിലക്കാതെ പൊയ്ക്കവിടുന്നു, എൻ്റെ ഒരു പോകാൻ നേരത്തെ എൻ്റെ ഒരു ഒൽപ്പിച്ചല് അല്ലേ, ഖലാസ്, അതോടെ വിഷയമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു പോയി. ആ ഒരൊറ്റ വാക്ക് ജീവിതത്തിൽ ക്രാച്ച് വെക്കുന്ന വലിയൊരു സംഭവമാണ്. ഇപ്പം അടുത്ത് ഒരു 3 ആഴ്ച മുമ്പ് ഒരു കുടുംബ പ്രസവവുമായി എൻ്റെ മുമ്പിലെത്തി ഒരു ഭാര്യയും ഒരു ഭർത്താവും. രണ്ടുപേരും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എന്താ കാരണം? നിക്കാഹ് കഴിഞ്ഞു, മിനി ഊട്ടിയിലേക്ക് രണ്ടുപേരും ഒരു ടൂറ് പോയി. രണ്ടുപേരും നിക്കാഹ് കഴിഞ്ഞ് മിനി ഊട്ടിയിലേക്ക് ടൂറ് പോയി. മിനി ടൂറിൽ ഊട്ടിയിലെത്തി. എത്തിയതിനു ശേഷം രണ്ടാളും നിശ്ചിതമായ സ്ഥലം ഐസ്ക്രീം തിന്നാൻ വേണ്ടി സമയം കണ്ടെത്തി. ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി നല്ല ഉഷാറായിട്ട് നല്ല ഉഷാറിലിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് അങ്ങനെ സംസാരം തുടങ്ങിയപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് ചോദിച്ച്, ഞാൻ പറയുന്ന വിഷയങ്ങൾ ശരിക്കും കേട്ടെങ്കിൽ മാത്രമേ കാര്യം ഉണ്ടാവുള്ളൂ, അപ്പോൾ ഇല്ലെങ്കിൽ കാര്യമൊന്നും ഉണ്ടാവില്ല, ബാക്കി രണ്ടും കേൾക്കുമ്പോഴെങ്കിൽ ഉഷാർ കിട്ടുള്ളൂ. അപ്പോൾ പ്രശ്നത്തിന് പരിഹാരമാണ് നമുക്ക് വേണ്ടത്. കുറേ വയത് കേട്ടതുകൊണ്ട് ഒന്നും കാര്യമൊന്നും ആയില്ല. നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നാളെ തന്നെ തുടങ്ങണം. നമ്മളെ കുടുംബത്തിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് വലിയ പൈസ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് ഇതുകൊണ്ട് നമുക്ക് നമ്മളെ കുടുംബത്തിൽ റാഹത്ത് കിട്ടണമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പൈസ ഉള്ളത്? അതിനെക്കാട്ടും നല്ല പിന്നെ ഈ മലമ കയറി ഇങ്ങനെ കുത്തിരിക്കാനല്ലേ, എന്നാൽ പിന്നെ ഏതെങ്കിലും ഒന്നും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും അത് ശരിക്കും കേൾക്കണം. പകുതി കേട്ടാൽ പെണ്ണുങ്ങൾ ഏതായാലും അവിടെ കുട്ടികൾ സംസാരം കൊണ്ട് ഒരു കേൾക്കൂല. അപ്പോൾ അതുകൊണ്ട് രണ്ടിലൊരാൾ കേട്ടാൽ മതി, എന്നാലും ക്ലിയർ ആവും വിഷയം. അങ്ങനെ മിനി ഊട്ടിയിൽ വെച്ചുകൊണ്ട് ഈ ഭർത്താവിനോട് ഭാര്യ ചോദിക്കുകയാണ്. ഈ പെണ്ണ് ചോദിച്ചു, എൻ്റെ വാപ്പൻ്റെ അടുക്കുന്ന് നിങ്ങൾ എത്രയാണ് സ്വർണം പ്രതീക്ഷിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 1. എൻ്റെ ഭർത്താവിൽ എൻ്റെ ഉപ്പയിൽ നിന്ന് എത്രയാണ് സ്വർണം പ്രതീക്ഷിക്കുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഈ പാവപ്പെട്ട ഭർത്താവ് ഭാര്യയോട് മറുപടി പറഞ്ഞു, ഞാൻ നിന്നെ സ്വർണ്ണ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്നതല്ല, സ്വർണ്ണ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്നതല്ല. പിന്നെ എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണ്? ഞാൻ എൻ്റെ വാപ്പനെയും ഉമ്മനെയൊക്കെ നോക്കാൻ പറ്റിയ, എന്നെയൊക്കെ നോക്കാൻ പറ്റിയ ഒരു പെണ്ണാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് തയ്യാറായതാണ്. അതല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും നല്ല എത്രയോ കുടുംബത്തിൽ നിന്ന് എനിക്ക് കല്യാണങ്ങൾ വന്നിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും കല്യാണമായി തിരഞ്ഞെടുക്കാതിരുന്നത് ഒരൊറ്റ കാര്യം, എനിക്ക് എന്നെ കണ്ടപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ സംഗതിയൊക്കെ കണ്ടപ്പോൾ അതിന് പറ്റുമെന്ന് മനസ്സിലായി. ഈ പെണ്ണ് ഈ ഒരൊറ്റ വാക്ക് പറയലോടുകൂടെ ഈ പെണ്ണ് അർത്ഥം വെച്ചത് എന്താ അറിയോ നിങ്ങൾ? ഈ പെണ്ണ് അർത്ഥം വെച്ചത്, അപ്പം നമ്മളെ പൊരയിലെ വേലക്കാരത്തിയായിട്ടാണ് ഇപ്പം ഞാൻ കൊണ്ടുപോകണില്ലേ, എന്നെ പൊരയിലേക്ക് വേലക്കാരത്തിയായിട്ടാണ് കൊണ്ടുപോകണില്ലേ. ഇതാണ് ക്രാച്ച് വീണത്. ഇതുമ പോയി പിന്നെ ഒരു വിള്ളൽ വെച്ച് ഇനി എപ്പോഴത് പൊളിഞ്ഞാടി അറിയാൻ പറ്റില്ല. താമരശ്ശേരി ചോരത്തുമ്പത്തിന് മഴയില്ലാത്ത നേരത്തപ്പോൾ കൊഴിഞ്ഞാടിയേ എപ്പോഴതിന്. അങ്ങനെ 7 മാസം ഇവരിങ്ങനെ മുന്നോട്ട് പോയി. 7 മാസം മുന്നോട്ട് പോയപ്പോൾ ഇവർക്ക് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രശ്നവുമായി നമ്മളെ മുമ്പിലെത്തി.
പ്രശ്നമായി എത്തിയപ്പോൾ ഈ പെണ്ണിനോട് പറഞ്ഞു, എന്താണ് പ്രശ്നം, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളെന്ന് ചോദിച്ചപ്പോൾ പെണ്ണ് പറഞ്ഞ മറുപടി, എനിക്ക് മനസ്സുകൊണ്ട് അടുക്കാൻ കഴിയുന്നില്ല, കാരണം എന്നെ വേലക്കാരത്തിയായിട്ടാണ് ഇപ്പൊ മൂപ്പര് കണക്ക് കൂട്ടിയിരിക്കുന്നത്. സത്യത്തിൽ ആ പാവം മനുഷ്യൻ, ആ ചങ്ങായിയുള്ള യഥാർത്ഥം പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഓൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇവള് ചിന്തിച്ചത് അങ്ങനെയാണ്. 7 മാസം കഴിഞ്ഞപ്പോൾ ആ ഒരു കുടുംബജീവിതം തകരുകയാണ്. ആ കുടുംബജീവിതം തകർന്നു പോയി. രണ്ടും ത്വലാക്കിൽ അവസാനിക്കുകയുണ്ടായി. വേറെ ഒരു നല്ല ഒരു വിദ്യാഭ്യാസമുള്ള ഒരു MBBS ഡോക്ടർ, അയാൾ MBBS ഡോക്ടറാണ്. എന്നാൽ ഭാര്യ MBBS കഴിഞ്ഞ് PG കൂടി ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഫസ്റ്റ് നൈറ്റിൽ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ ഈ പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞ്, നിങ്ങളൊന്നും ഇപ്പം എൻ്റെ ഈ കട്ടിലുമ കിടക്കാൻ മാത്രമല്ല, കാരണം നിങ്ങൾക്ക് MBBS മാത്രമേ ഉള്ളൂ എന്നിലേക്കാണ് ഓള് പറഞ്ഞ്. ഉടനെ ഈ ചങ്ങായി ആലോചിച്ച്, പടച്ചോനായ റബ്ബേ, ഈ പെണ്ണ് എന്താ പോയി പറഞ്ഞതിൻ്റെ അർത്ഥം? ഇപ്പം കേട്ട അർത്ഥം വെച്ച ഡോക്ടർ അർത്ഥം, രണ്ടാം ഡോക്ടർമാരാണല്ലോ. അപ്പോൾ ഓക്ക് MBBSും PG കൂടിയും ഉണ്ടായത് കൊണ്ട്, MBBS മാത്രമുള്ള ആളാണെങ്കിൽ നിങ്ങളെ ഞാൻ സ്വീകരിക്കാൻ മാത്രമൊന്നും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്വീകരിക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല. ജീവിതത്തിൽ ക്രാച്ച് വീണു. ആ കുടുംബജീവിതം തകരുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം ഒക്കെ അൽഹംദുലില്ലാഹ് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണം. നിക്കാഹിൽ നമ്മൾ പറയുന്നുണ്ട്, ഉസവ്വിജുക അലാമ അമറല്ലാഹ്, ഉസവ്വിജുക അലാമ അമറല്ലാഹ് മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. 2 വാക്ക് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ ഈ നിക്കാഹ് ഇങ്ങനെ ചൊല്ലിത്തരുമ്പോൾ എന്തൊക്കെയാണ് ചെല്ലുകയാണ് നിങ്ങൾ ചെല്ലിയതൊക്കെ കണക്ക് കൂട്ടുകയാണെങ്കിൽ തൽക്കാലം പുതുക്കിറങ്ങാൻ പറ്റില്ല മലയാളം അല്ലെങ്കിൽ. മലയാളം ഉണ്ടായതുകൊണ്ടാണ് പുതുക്കിറങ്ങി. ഉസവ്വിജുക്കാന്ന് വാപ്പാക്ക് ചെല്ലുന്നാണ് പോണാണ് ബാണം വിട്ടമാതിരി. പിന്നെ 2ാമത്തെ വട്ടങ്ങാനും ചൊല്ലിക്കൊടുത്തോ അയിലാറ കട്ടക്കാലായി. അപ്പം നമ്മൾ മുണ്ടാതക്കല വേഗം ചെയ്യും, ഓൻ പറഞ്ഞു തന്നെ ശരിയും. 2ാമത്തെ വട്ടം അല്ലെങ്കിൽ തന്നെ പേടിച്ച് വേജാറായി അങ്ങനെ ഇടങ്ങാറായി ഇങ്ങനെ കുത്തിരിക്കുകയാണ്. അപ്പോഴേക്കാരെ യൂസവ്വിജുക്ക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ്. അങ്ങനെ കബിൽ തുനിക്കാഹ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറയണാണ്. ഇതൊന്നും ഇനി നിങ്ങൾ പറഞ്ഞതൊന്ന് റെക്കോർഡ് ചെയ്യണം, എന്നിട്ട് ആവർത്തിയൊക്കെ. ഇപ്പം ഞാൻ പറയുന്ന വാദം എന്താ വെച്ചാൽ, കല്യാണം കഴിക്കുന്ന പെണ്ണും അതുപോലെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള വാപ്പാരാണ് നിങ്ങളൊക്കെ. കെട്ടാലോൽ കുറേ കമ്മി കയറുമ്പോൾ കെട്ടിയോലെ കരഞ്ഞൊക്കെ ഒക്കെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാറാം. ഇതൊന്ന് ശരിക്കും നിക്കാഹിൻ്റെ മുമ്പ് നിങ്ങളൊരു എംബോഷനായിട്ട് 100 എഴുതി പഠിച്ചണം. നിങ്ങൾ പണ്ട് സ്കൂളിൽ നിന്ന് എംബോഷൻ കിട്ടിയതാണ്. ഇനി ഒരു എംബോഷൻ നിങ്ങൾ ഇതൊന്ന് എഴുതി പഠിക്കണം. എന്താണ് പറയുന്നത്? പക്ഷെ മലയാളം ഉണ്ടായത് കൊണ്ടാണ് തൽക്കാലം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. മലയാളം അല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. അപ്പൊ ഉസവ്വിജുക അലാമ അമറല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായത് കൊണ്ട് എൻ്റെ മകൾ ഫാത്തിമയെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. ഉസവ്വിജുക അലാമ അമറല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായത് കൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചു തരികയാണ് എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് നോക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല എൻ്റെ മകളെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു തരുന്നത്, നമ്മൾ ഏറ്റെടുത്തതും. നമ്മൾ അമ്മോശാക്ക 18 വയസ്സ് വരെ ഇല്ലെങ്കിൽ 21 വയസ്സ് വരെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി ഉണ്ടാക്കിയ ഒരു മോളെ ആണ് ഏൽപ്പിച്ചു തരികയാണ്. ആ ഏൽപ്പിച്ചു തരുമ്പോൾ ഞമ്മക്ക് കരച്ചിലൊന്നും വരൂല, ഒരു വാപ്പയാവുമ്പം കരച്ചിൽ വരും. ഇപ്പം അടുത്ത് ഞാനൊരു നിക്കാഹിൽ കൂടി. നിക്കാഹിൽ ഇങ്ങനെ ഈ വാപ്പാക്ക് ഉസവ്വിജുക എന്നാണ് പറഞ്ഞപ്പോൾ ഇയാളിത് പറയണില്ലെന്ന് ഒരൊളിച്ചാണ്. ഇയാൾ ഭയങ്കര കരച്ചില്, കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചിട്ട് നമ്മളെ കയ്യുമ്മക്ക് ഉറ്റൽ തുടങ്ങി. അത്രയും സങ്കടപ്പെട്ടുള്ളൂ. കാരണം എന്താ? അയാളും അയാളെ മക്കളും ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ കമ്പനിയായി നമ്മൾ ജീവിക്കണം. നമ്മുടെ ഭാര്യയും നമ്മളെ മക്കളും ഒക്കെ നല്ല സോഷ്യലി ആയിട്ട് നമ്മൾ ജീവിക്കണം. ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറാവണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നാം നമ്മുടെ വീടുകളിൽ ഭാര്യയും ഭർത്താവും ഉപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സമയം നമ്മൾ കണ്ടെത്തണം. അപ്പോഴേ റാഹത്താവുകയുള്ളൂ. അപ്പോൾ ഒരുപാട് സ്നേഹത്തിൻ്റെ രശ്മികൾ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിക്കാഹിന് നടക്കുമ്പോൾ നമ്മൾ ഉസവ്വിജുക എന്നും കബിൽത്തു എന്ന് പറയുമ്പോഴും കണ്ണുക്ക് നോക്കിയിട്ടാ പറയണ്ടേ. ഉസവ്വിജുക അലാമ അമറല്ലാഹ്, എൻ്റെ മകൾ ഫാത്തിമയെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു തരുന്നു. റെഡി, മുഖത്ത് നോക്കിയാ പറഞ്ഞേ. അപ്പോൾ മുഖത്ത് നോക്കിയവൻ പറയാണ്, പുയ്യാപ്പള കബിൽത്തു മിൻക നിക്കാഹ, നിങ്ങളൊരു പേടിയും പേടിച്ചണ്ട, നിങ്ങളെ ഏൽപ്പിച്ചു തന്നത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. കണ്ണു നോക്കി പറയണം. ഈ മുസല്ലിക്ക് നോക്കി പറയരുത്. ചിലരൊക്കെ അധികം ആളുകളും താഴത്തേക്ക് നോക്കിയിട്ടാ പറയാ. അതുകൊണ്ടാണ് ഈ ഇടക്കിടക്ക് ഇങ്ങനെ കുലുമാലിങ്ങൾക്ക് ഇടക്കിടക്ക് താഴത്തേക്ക് നോക്കിയേ. ഇനി ശരിക്കും ആലോചിച്ചു എവിടുക്കാൻ നോക്കിയത്? ചിലവർക്ക് ചെല്ലിയാൽ തന്നെ ഓർമ്മയില്ല. എന്നിട്ടല്ല പിന്നെ എവിടുക്കാൻ നോക്കിയിട്ടാണ്. ഈ താഴത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ചൊല്ലുക.
ഇനി അത് ശരിയായിട്ടില്ല എന്ന് കരുതിയാണ്ട് രണ്ടാമത് കെട്ടാനും നിങ്ങൾ പോകണ്ട. ഇനി എള്ളീനെ തന്നെ ശരിക്കും നോക്കിയാൽ മതി അല്ലേ? അപ്പൊ മുഖത്തേക്ക് ഇങ്ങനെ മുഖം നോക്കിയിട്ട് നല്ല ഉഷാറിൽ പറഞ്ഞ അൽഹംദുലില്ലാ അങ്ങനെയാ പറയണേ. രണ്ടർത്ഥമുണ്ട്. ചങ്ങായിയെ മര്യാദയ്ക്ക് നോക്കിക്കോട്ടോ, ഞാൻ 10-18 കൊല്ലത്തോളം നല്ലൽക്ക് ഉഷാറിൽ കൊണ്ടിടുന്ന മോളെയാണ് ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നത്. എൻ്റെ കണകുണ പരിപാടിക്കും ഒരു വാട്സപ്പ് വിടാൻ വേണ്ടിയല്ല ഞാൻ ഏൽപ്പിച്ചു തന്നത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇംസാക്കും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. നല്ലൽക്ക് ഒന്നിരിക്കൽ മുന്നോട്ട് കൊണ്ടുപോവുക, കയ്യൂലെങ്കിൽ നല്ലൽക്ക് തിരിച്ചേൽപ്പിക്കണമേ. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്കറിയാം ഞാൻ എന്താ കാട്ടണേ? നിങ്ങളപ്പോൾ ചിക്കൻ റോള് ഓരിക്കണ നേരാ അല്ലേ? നിങ്ങൾക്ക് ഇപ്പം അന്നേരം ആ പണിയാ. ഇതിങ്ങനെ ഓർത്തു തീർക്കാണ്. നിൽക്കാൻ നമ്മെ അതാണുള്ളത്. ഒരു മട്ടത്തിന് ചെല്ലൂലത്. ഇതൊക്കെ ശരിക്കും മട്ടത്തിന് വുളു ഒക്കെ എടുത്ത് നല്ല ഉഷാറായിട്ട് നല്ല നടത്തുന്ന വലിയൊരു ഇടപാടാണ്. ആ ഇടപാട് ക്ലിയർ ആവണം. അതുകൊണ്ട് മുഖത്തേക്ക് മുഖം നോക്കുമ്പോൾ സ്നേഹത്തിന്റെ ഒരുപാട് രശ്മികൾ അവനിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഉസവ്വിജുക, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഖബിൽതു മിൻക, നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ കണ്ണും നോക്കി പറയണം, മുഖം നോക്കി വർത്താനം പറയണം. അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ അസൂയയെക്കുറിച്ച് പഠനം നടത്തി. അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ അസൂയയെക്കുറിച്ച് പഠനം നടത്തി. എങ്ങനെയാണ് എൻ്റെ അയൽവാസി വാങ്ങിയ കാറിനോട് എനിക്ക് അസൂയ തോന്നുന്നത്? ഓനിൻ്റെ അയൽവാസി ഇങ്ങനെ ഒരു സ്വിഫ്റ്റ് കാറ് വാങ്ങിയപ്പം ഞമ്മക്കൊരു ഇടങ്ങേറ്. അള്ളാ, ഇവൻ്റെ മുമ്പ് ഞാൻ ഗൾഫ് കോല തുടങ്ങിയിരിക്കണ്. ഞാൻ എത്ര കൊല്ലമായി? 18 കൊല്ലമായി. ഇതുവരെ ഒരു നാനോ കാറ് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇവനിപ്പോൾ പോയിട്ട് 4 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഓനെന്തായി? സ്വിഫ്റ്റ് വാങ്ങിക്കണ്. നമുക്ക് അസൂയ തോന്നി. ഇതിനാണ് ഈ അസൂയ എന്ന് പറഞ്ഞ സാധനം. ഈ അസൂയ ഈ കണ്ണ് ഈ കാറുമൊക്കെ പറ്റുമ്പോഴാണ് കണ്ണേറ് എന്ന് പറഞ്ഞ സാധനം. അപ്പോഴാണ് വണ്ടി ഇടിക്കല്. അൽ ഐനു അശദ്ദു മിന സിഹർ. സിഹറിനെയും കാട്ടിലും ഏറ്റവും മാരകമായ സാധനമാണ് കണ്ണ്. നിങ്ങൾ കരുതും സിഹറാണ് വലുത്. അല്ല, സിഹറിനെയും കാട്ടിലും വലുതാണ് കണ്ണ്. അൽ ഐനു അശദ്ദു മിന സിഹർ. അതുകൊണ്ടാണ് പഴയ കാലത്തെ ആളുകളൊക്കെ നമുക്കറിയാം, പച്ചക്കറി കുഴിച്ചിടുമ്പോഴും അതുപോലെ ഒരു വീടുണ്ടാക്കുമ്പോഴൊക്കെ ഒരു മങ്കുടുക്ക കൊണ്ടുപോയിട്ട്, മണ്ണിന്റെ കുടുക്ക കൊണ്ടുപോയിട്ട് അതിൽ എഴുതി വെക്കും, മലപ്പുറം ഭാഗത്തൊക്കെ കരിങ്കണ്ണാ നോക്ക് അല്ലേ? കണ്ടിട്ടില്ലേ? പച്ചക്കറിയിലൊക്കെ കാണാം കരിങ്കണ്ണാ നോക്ക്. പിന്നെ നമ്മൾ ഗൾഫിലൊക്കെ പോയപ്പം ആ കണ്ണം മാറി മാഷാ അല്ലാ തബാറക്കല്ലാ എന്ന് എഴുതി തുടങ്ങി. കണ്ടാ? ഇവിടെയൊക്കെ മാഷാ അല്ലാ തബാറക്കല്ലാ എന്ന് പറയുന്നത് കരിങ്കണ്ണാ നോക്ക് എന്നുള്ളതാണ്. ആദ്യം വായിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയും മാഷാ അല്ലാ. ഇന്നിപ്പോൾ ചിലവരൊക്കെ പുരണ്ടാക്കുമ്പോൾ മാഷാ അല്ലാ തബാറക്കല്ലാ എന്ന് എഴുതുമ്പോൾ ഈ മാഷാ അല്ലാ എന്ന് എഴുതിന് കണ്ണേറ് കിട്ടുമെന്നാണ് പേടിച്ചിട്ടുണ്ട്. കാരണം അത്രയും മോഡലിലാണ് ഇതിന്. അത് മോഡലിൽ എഴുതാൻ പാടില്ല. അതെങ്കിലും കണകുണക്കി എഴുതണം. അപ്പോൾ ആദ്യത്തെ നോട്ടത്തിന് ഭയങ്കര അർത്ഥമുണ്ട്. പെണ്ണ് കാണാൻ പോകുമ്പോൾ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ പറ്റി കിട്ടണം. ഇല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ കൂടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, അങ്ങനെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ആ ശരിയാകണാലും തന്നെ ഇപ്പോൾ ഈ കാണുന്നത്. ആ വേദന അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ. പെങ്ങന്മാരൊക്കെ പാടെ കൂടിയിട്ട് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, കുറച്ച് കഴിയുമ്പോൾ ശരിയാകലാണ്. അത് ശരിയാകാതെ ഇപ്പോഴും അങ്ങനെ എന്തേ പിന്നെ കാട്ടി അത് എനിക്കറിയില്ല. 2 മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയായി. പിന്നെ രണ്ടാമത് പിന്നെ അതിൽ പിന്നെ കുട്ടിയായി. അതാക്കുമ്പോൾ പ്രസവിച്ച് നോക്കുമ്പോൾ 2 കുട്ടികളാണ്, ഇരട്ട കുട്ടികളാണ്, 3 എണ്ണം. ഇന്നിപ്പോൾ എന്നോട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ്, പിന്നെ ഉസ്താദെ ഞാനൊരു കല്യാണം കഴിക്കണ ഈ ഞായറാഴ്ച നിക്കാഹാണ്. അവൻ കെട്ടുന്ന പെണ്ണ് ഞാൻ മസ്ലഹത്ത് പറഞ്ഞ് തെർത്തീബാകാതെ പിരിഞ്ഞ ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ കെട്ടണേ. അപ്പോൾ ഓൻ തീർക്കാൻ കാരണം ഓന് കുട്ടികളുണ്ടാവില്ല, ഓൻ്റെ പെണ്ണുകൾ പോയി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് നല്ല റാഹത്താടാ, കാരണം 3 കുട്ടികളുണ്ടല്ലോ. ഇനി ഓക്കറ്റഞ്ഞ് പ്രസവിക്കണം എന്നുള്ള കമ്പറ്റ ഓക്കറ്റല്ലേനും പ്രസവിക്കൂല എന്ന് പറഞ്ഞിട്ട് എന്താവൂല, ഓളറ്റ പോകുമില്ല. അപ്പം നിങ്ങൾക്ക് 2 പറ്റിയ പെണ്ണാണ് എന്ന് പറഞ്ഞു. അപ്പം അതല്ല ഉസ്താദ് നല്ല, അതെന്നെ ഉസ്താദാണ്. 3 എണ്ണം ഫ്രീ അല്ലേ? പ്രസവത്തിൻ്റെ പൈസയും ചിലവാക്കണ്ടല്ലോ, പ്രസവത്തിൻ്റെ പൈസയും ചിലവാക്കാനില്ല. അപ്പം നല്ല ഉഷാറാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഈ ഞായറാഴ്ച തന്നെ കല്യാണം നടക്കണം. അല്ലാഹു തആല ഓലെ കുടുംബ ജീവിതത്തിൽ അത് സന്തോഷം നൽകുമാറാക്കട്ടെ. അപ്പം നമ്മൾ അൽഹംദുലില്ലാ അങ്ങനെ ആ ഒരൊറ്റ നോട്ടം നോക്കുമ്പോൾ ഈ കാർ ഇങ്ങനെ വാങ്ങിയപ്പം പിന്നെ അസൂയ തോന്നി. ഇവിടെയാണ് മാഷാ അല്ലാഹ് എന്ന് പറയുന്നത്. അറബികൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? 4 കുട്ടികളെങ്ങനെ കൈ പിടിച്ചിങ്ങനെ കൊണ്ടുവരുമ്പം, നമ്മളെ ബൂഫിയേക്ക് ഇങ്ങനെ വരുമ്പം അതിനി 4 സാൻഡ്വിച്ച്, 4 സന്തോഷം കൊണ്ടായ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ആദാ കുല്ലും ഹഗ്ഗക ബിസൂറ യാ മുഹമ്മദ്, ഇതൊക്കെ എൻ്റെ കുട്ടികളാണെന്ന് ചോദിച്ചാൽ അന്തള്ള അറബി പറയും കുൽ മാഷാ അല്ലാഹ് യാ മുഹമ്മദ്, കുൽ മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ് എന്ന് പറയടാ, എന്നിട്ടേ നഅം എന്ന് പറയുള്ളൂ. കാരണം എന്താ? കണ്ണീറട്ടാക്കാനാ. ഇല്ലെങ്കിൽ ചില അപ്പം തുടങ്ങുമ്പോൾ ആയിട്ട് നോക്കുന്നതിന്. കാരണം ആ സൈസ് നാവാ നമ്മളത്. മലയാളിയല്ല സാധനം, മലയാളികളാണ് സാധനം. മലയാളികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. 3 ആൾ കുഴപ്പമുണ്ട്. പൊതുവെ ഒരു അറബിയിൽ പറയുന്ന ഒരു വാചകമുണ്ട്,
മലയാളികൾ ഒഴിവാക്കിയ കട, സുഡാനികൾ ഒഴിവാക്കിയ കാറ്, മിസ്രിയാൾ ഒഴിവാക്കിയ റൂം, ഇത് മൂന്നും വാങ്ങാൻ പാടില്ല. ബാക്കി അർത്ഥങ്ങൾ വെച്ചാൽ ഒരു മലയാളി ഒരു കട ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെ പുക്കൾ തോണ്ടിയിട്ടേ വിടുള്ളൂ. പിന്നെ രണ്ടാമതെടുക്കാൻ ശരിക്കും ആലോചിച്ചെടുക്കണം. സുഡാനി ഒഴിവാക്കിയ കാറും അത് ശരിക്ക് പോകണമെങ്കിൽ സൗദി അറേബ്യയിൽ പോകണം. അപ്പോഴേ ശരിക്ക് കാണുള്ളൂ. ഓല് ഇനി ഏത് ഇൻഡിക്കേറ്ററിലെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ഒരു ചെറിയ ടോർച്ചൊക്കെ കത്തിച്ചു ഓല് കൊണ്ടുപോകും. അതാണ് ഓല പരിപാടിയുള്ളത്. അതുപോലെ മിസ്രിയാണ് റൂം, അല്ലാ നല്ല ഉഷാറുള്ള റൂമാണ്. അത് എനിക്ക് നമ്മൾ ചില മലയാളികളുടെ റൂമിൽ ചെല്ലുമ്പോഴും അങ്ങനെ തന്നെയാണുള്ളത്. ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ വിഷയം അതല്ല, ഞാൻ എന്നാലും ആ ഭാഗത്തു കൂടെ ഞാൻ ഒന്ന് കയറി ഇറങ്ങി പോകും ഇൻഷാ അല്ലാഹ്. ഏതായാലും കുറച്ചു നേരം നിങ്ങൾ ഇരിക്കാൻ റെഡി ആയി നിന്നോളൂ, ഞാൻ ഉറങ്ങി നീച്ചാ വരുന്നത് അല്ലേ. അപ്പം ഇൻഷാ അല്ലാഹ് അപ്പം അതുകൊണ്ട് ഈ ഒരു സ്വിഫ്റ്റ് കാറ് ഇങ്ങനെ വാങ്ങിയപ്പോൾ ഇതിനോട് ഭയങ്കര ദേഷ്യം. അപ്പോൾ ഇവൻ പറഞ്ഞ് നോക്കിയിട്ട് കാര്യമില്ല പാത്തു, നമ്മളെ മുമ്പ് ഗൾഫ്, നമ്മളെ ശേഷം ഗൾഫ് പോയ ആളാവോ, ഓൻ ഇപ്പോൾ സ്വിഫ്റ്റ് കാറ് വാങ്ങി. ഓൻ്റെ മുമ്പിൽ നമ്മളൊരു നാനോ കാറെങ്കിലും വാങ്ങാഞ്ഞാൽ സംഗതി പിടിച്ചിക്കാൻ പറ്റൂല. എന്നാൽ മഹിർമാല ഞാൻ എടുത്ത് ഇരങ്ങൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് ഒരു കാറ് വാങ്ങിക്കൊണ്ടിരും. അങ്ങനെ ഒരു കാർ ഇങ്ങനെ വാങ്ങി ഓൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരു അൾട്ടോ കാറൊക്കെ ഇങ്ങനെ വാങ്ങി വന്നപ്പോഴാണ് ഇവൻ ഈ സ്വിഫ്റ്റ് വിറ്റുകാണ്ട് പിന്നെന്ത് ചെയ്യണത് വേറെ ഒരു ഇന്നോവ വാങ്ങിക്കൊണ്ടിരുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഇന്നോവ എടുക്കലോടുകൂടെ പിന്നെ ഒരു സൈലൻ്റ് അറ്റാക്ക് കഴിഞ്ഞു. അവിടെ സൈലൻ്റ് അറ്റാക്ക് വരിക. ഈ അറ്റാക്ക് എന്ന് പറഞ്ഞ സാധനം എപ്പോഴാണ് വരുന്നത്? മനസ്സിന് സമാധാനം ഇല്ലാത്തവരും കുയിന്തുള്ളവർക്കൊക്കെയാണ് ഈ അറ്റാക്ക് വരുന്നത്. കാരണം നേരെ പോകുന്ന നല്ല ഒരു പൈപ്പ്, ആ പൈപ്പ് നല്ല ഒന്ന് വളച്ചു കൊടുത്താൽ നമ്മൾ എവിടെയാണോ ആ പൈപ്പ് തിരികെ കൊടുത്താൽ അവിടെ വിടും, വളഞ്ഞാൽ മതി. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ പോകുന്ന ഈ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് സ്റ്റക്കാവുമ്പോഴാണ് അറ്റാക്ക് ഉണ്ടായി വരുന്നത്. അപ്പം മനസ്സിന് സമാധാനമുള്ള ചിരിക്കാത്ത ആളുകൾ ജീവിതത്തിൽ ചിരിക്കലുണ്ട്. നമ്മൾ എവിടെ ചിരിക്കൽ? ആരോടെ ചിരിക്കൽ? പെണ്ണുങ്ങളോട് നേരെ ചിരിച്ചു. നമ്മൾ എവിടെ ചിരിക്കണത്? ചിരിയൊക്കെ നമ്മൾ റോട്ടുമ്പോൾ ഇങ്ങനെ ചിരിച്ചാൽ സുബ്ഹാനല്ലാഹ് 1.5 കിലോമീറ്റർ കേൾക്കും നമ്മൾ ചിരിക്കാൻ ചിരി. പെണ്ണുങ്ങളോട് ഇങ്ങോട്ട് വന്നിട്ടോ രാത്രി റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ പട്ടാള സിസ്റ്റത്തിലേക്കാർ ഓളോട് അല്ലേ. ആയിക്കൂടെ ഒരു മുരിങ്ങൻ്റെ ഇല താളിച്ച കറിയും കൂടി ആണെങ്കിലോ വൃത്തിയായും ചെയ്ത്. എന്താ കറി? മുരിങ്ങൻ്റെ ഇല താളിച്ചതാണ്. ആണ്ട് വലത്തിക്കളാറ്. ഇവക്കിത് തിരിഞ്ഞില്ല. ഓളെന്ത് ചെയ്തു? പിറ്റേന്ന് മുരിങ്ങ വലത്തി കൊണ്ടുവന്ന്. കാരണം മലപ്പുറം ജില്ലയിൽ മുരിങ്ങ വലത്താറ്, പിന്നെ തേങ്ങട്ട് കൊടുന്നേ. അപ്പം ഈ പുതിയാപ്പിളക്ക് നല്ല ഇഷ്ടമുണ്ടെന്ന് എഴുതി. അങ്ങനത്തെ പെണ്ണായാലും കുടുങ്ങി, അല്ല അങ്ങനത്തെ പെണ്ണായാലും കുടുങ്ങി. അത് തീരെ കഥയില്ലാത്തൊരു ചങ്ങായിനെ ഇമാമാക്കിയ മാതിരിയ. എന്നാളൊരു മുത്തവല്ലിൻ്റെ മകൻ എന്ത് ചെയ്തു? കല്യാണം കഴിച്ചിരിക്കുന്ന ഫസ്റ്റ് വിരുന്ന് വന്നാ. മുത്തവല്ലിൻ്റെ മകളെ കെട്ടിയ ആളാണ്. മുത്തവല്ലിൻ്റെ മകളെ കെട്ടിയെന്ന് ഇമാം ഓൻ വന്നപ്പോൾ ജമാഅത്ത് കഴിഞ്ഞപ്പം പിന്നെ മുത്തവല്ലിൻ്റെ മരുവൻ ഒറ്റക്ക നിസ്കരിക്കണേ. അവൻ വേറൊരാൾ വേഗം ഓടി വന്നിട്ട്, എന്നാൽ മുത്തവല്ലിൻ്റെ പുതിയാപ്പിളയാണല്ലോ, ആ പുതിയാപ്പിളയോട് തുടരാൻ നിർത്തിയിട്ട് വെല്ല പോയിട്ടൊന്ന് തോണ്ടിയപ്പോൾ ഇവൻ തിരിഞ്ഞു, എന്തേ ഞാൻ മയമാക്കാൻ്റെ മരുവനാണ് കാരണം. സുബ്ഹാനല്ലാഹ്. ഈ തോണ്ടിയത് എന്തിനാ തിരിയണ്ടേ? തോണ്ടിയത് എന്തിനാ തിരിയാത്തവനോട് തോണ്ടാൻ പോയി അങ്ങനെ ഉണ്ടാവും. ഇത് ഇമാമെന്നുള്ള കണക്ഷൻ കൊടുക്കാനാ പറഞ്ഞേ. ഞാൻ ഇമാമെന്ന് വർജി, ഞാൻ ആ ഇമാമെന്ന് കരുതിക്കോ, ഞാൻ എൻ്റെ കൂടെ മാലി ഇമാമിയാ അല്ലേ. ഫ്ലഗ്ഗൊക്കെ ഇങ്ങനെ വയറ് കൊണ്ടുവച്ചുകൊണ്ട് കാര്യമില്ല, അതിൻ്റെ ഉള്ളിൽ ഇടുമ്പോഴേ ഇത് ലൈറ്റ് കത്തുള്ളൂ. അപ്പം അതിനാണ് ഈ കണക്ഷൻ കൊടുക്കുമ്പോൾ 27 ഇരട്ടി കൂലി കിട്ടുകയുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മൾ ചിരിക്കാറില്ല. അപ്പം എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ഭാര്യനോട് നമ്മൾ ചിരിക്കണം. അപ്പം തന്നെ സമാധാനം. എല്ലാവരും ഇന്ന് പോയിട്ട് പെണ്ണുങ്ങളോടൊന്ന് ചിരിക്കുക. ചിരിച്ചുകൊണ്ടേ നിൽക്കണ്ട. ഇയാൾ പരിപാടിക്ക് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി ബന്ധപ്പം എന്തേന്നാവോ, ഏതെങ്കിലും ഖബർസ്ഥാനിൽ കൂടെ പോയോന്ന് കരുതും. അപ്പം അതുകൊണ്ട് ചിരിച്ചുകൊണ്ടേ നിൽക്കണ്ട. ഇടയ്ക്ക് ചിരിക്കേണ്ട സ്ഥലത്തൊക്കെ ഒന്ന് ചിരിച്ചു കൊടുക്കാം. പ്രായം ചെന്ന ആളുകളൊക്കെ താമരശ്ശേരി ചുരത്തുമ്പോൾ പോയിട്ട് ഒരു ഫോട്ടോ സെൽഫി എടുത്തിട്ട് ഒന്ന് വിട്ടുകൊടുക്കാം. മക്കൾക്കൊക്കെ വിട്ടുകൊടുക്കുക. നിങ്ങളുള്ള നേരം കുരുമാല് ഓടിക്കോളി. ഞങ്ങൾ 88-ാമത്തെ വയസ്സിലും 77-ാമത്തെ വയസ്സിലൊക്കെ നമ്മളിപ്പോഴും അടിപൊളിയായിട്ട് ജീവിക്കുകയാണ്. ഇല്ലെങ്കിൽ കുറച്ച് കാലം ഇവിടെ ഉള്ളൂ. ഇനി 2 കൊറോണയും കൂടി വന്നാൽ കഴിഞ്ഞ് ഉള്ള പൈസ കൊണ്ട് AC ഒക്കെ വെച്ച് സുഖമായിട്ട് കടന്നുറങ്ങിക്കോളി. മഴ പെയ്തിട്ട് തണുത്തിട്ട് ഇപ്പോൾ AC വെക്കാൻ കഴിയൂല, പുതക്കാൻ കഴിയൂല. കാരണം എന്താ, ഇപ്പം നാട്ടിലെ ആൾ മഴ ഇങ്ങോട്ട് പെയ്താൽ പുഴൻ്റെ സൈഡിൽ ജീവിക്കണവരാണെങ്കിൽ ആധാരം എടുത്ത് ഇങ്ങനെ കുത്തിരിക്കണം. എപ്പോഴാണ് വെള്ളം കയറണം നോക്കിയിട്ട്. വെള്ളം കയറുകയാണെങ്കിൽ ആധാരം കൊണ്ട് മായണം. എന്നാൽ ആധാരം പോയെങ്കിലേ പോരാ, കിട്ടാനെങ്കിലും പാസ്സാവുള്ളൂ. കിട്ടലും കിട്ടാക്കലും വേറെ പ്രശ്നം. കഴിഞ്ഞെല്ലാം പോയവർക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. എല്ലാവരും പിരിച്ചിക്കണ്. എവിടെയാണോ പിരിച്ചാവോ? സുബ്ഹാനല്ലാഹ്. ഇനി മലൻ്റെ മുകളിലുള്ളവരാണെങ്കിലോ എപ്പോഴാണ് മല പൊട്ടണെന്ന് നോക്കി ഓലും കുത്തിരിക്കണം. അപ്പം മര്യാദക്ക് മഴക്കാലത്ത് കിടന്നുറങ്ങാന്ന് പറഞ്ഞ സമയം കിട്ടൂല. AC വെച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോയ ബ്ലാങ്കറ്റ് പുതച്ച് ആ റേക്കിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് പുതക്കണോ, AC വെച്ചോളി. സമാധാനത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങാം, ഒരു കുഴപ്പമുണ്ടാക്കണ്ട അല്ലേ.
ഇന്നോട് ഒരാൾ ഇവിടുന്ന് ദ്വാരക്കാൻ പറഞ്ഞ ആൾ ഇവിടെ ഉണ്ട്, എന്നാലും ഞാൻ ആളെ പറ്റി പറയണം. 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, പോരാ കടവാണ് ഉസ്താദ് ദ്വാരക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു 2 റൂം പോരേനോ, 2 റൂം സമാധാനമില്ലല്ലോ. ഇപ്പോൾ സമാധാനമില്ലല്ലോ. അപ്പം സമാധാനമില്ലാതെ നമ്മളിങ്ങനെ കുറേ വീടുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അറ്റാക്കായി പോകും. അതുകൊണ്ട് അസൂയ, ഈ ഒരു കാറ് വാങ്ങിയപ്പോൾ മറ്റൊരു അസൂയായി. അങ്ങനെ രണ്ടാളും അപ്പോൾ ഇതിന് സൈലൻ്റ് അറ്റാക്ക് കഴിഞ്ഞു പോയി. ഈ സൈലൻ്റ് അറ്റാക്ക് കഴിഞ്ഞ് 3 ലക്ഷം ഉറുപ്പ്യൊക്കെ മെട്രോയിൽ കൊണ്ടുപോയി ചിലവാക്കി ഇങ്ങനെ ഓനിപ്പോൾ റെസ്റ്റിലാണ്. അപ്പോഴാണ് ഈ ചങ്ങായി ഇന്നോവേറ്റാണ് ഫോർച്യൂൺ എടുത്ത് സുബ്ഹാനല്ലാഹ് അതിൽ പിന്നെ അറ്റാക്കായി ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യേണ്ടിയാണ്. അവിടെ ബൈപ്പാസ് വരില്ലേ, അവിടെ ബൈപ്പാസ് തന്നെ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മറ്റവൻ്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് നമുക്ക് വലിയ ഇടങ്ങേറുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു അസൂയ. അപ്പം അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ പഠനം നടത്തി, മുഖത്തോട് ഈ കണ്ണിൽ നിന്ന് 41ഓളം വരുന്ന രശ്മികൾ ഈ കാറിൻ്റെ മുകളിലേക്ക് പതിയുമ്പോഴാണ് അസൂയ ഉണ്ടാകുന്നത്. ഒരാളുടെ അസൂയ ഉണ്ടാക്കുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു, അൽ ഹസദു യഅകുലുൽ ജസദ, അസൂയ ശരീരത്തിനെ കാർന്നു നിന്നുമെന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു കഴിഞ്ഞു ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സുന്ദരമായ വാക്കുകളാണ്. ഇന്ന് ആ ഒരു അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ പഠനം നടത്തി ആ 42 രശ്മികൾ പാസ് ചെയ്യുന്നുണ്ട് എന്നാണ്. സ്നേഹത്തിന്റെ രശ്മികളാണ് അങ്ങനെ. അപ്പൊ ഒരു നിക്കാഹ് നടത്തുമ്പോൾ ഫാത്തിമ, എൻ്റെ മകൾ ഫാത്തിമയെ നിന്നെ ഏൽപ്പിച്ചു തന്നു എന്ന് പറയുമ്പോൾ, കണ്ണിലേക്ക് നോക്കി പറയുമ്പോൾ 42ഓളം വരുന്ന രശ്മികൾ, സ്നേഹത്തിന്റെ രശ്മികൾ ആ പുയ്യാപ്പന്റെ മുഖത്തേക്ക് ഇങ്ങോട്ട് പോറുണ്ട്. അതേ നമ്മൾ കബിൽത്തു എന്ന് പറയുമ്പോഴാണ് രണ്ടുപേരും മുഖാമുഖം ഇരുന്ന് നല്ല സന്തോഷത്തോടു കൂടെ നിൽക്കണം. അങ്ങനെ സന്തോഷത്തോടു കൂടെ അൽഹംദുലില്ലാഹ് നമ്മൾ ഏൽപ്പിച്ചു തന്നൊരു സംഗതിയാണ്. ഇതിൻ്റെ ഇടയിൽ സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ കടന്നു പോകും. ഇതൊക്കെ കടന്നു പോകുമ്പം അവിടേക്ക് നമ്മൾ പഠിച്ചെടുത്ത ധാർമ്മികത മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മളെല്ലാം വിടാൻ പൊറുക്കാനും ഒക്കെ തയ്യാറാവണം. അപ്പോൾ റെഡിയാവുള്ളൂ അല്ലേ? ഒരു പെണ്ണ് കരുതാണ് ഞാൻ കരുതിയമാതിരി പുതിയാപ്പിളായിട്ടില്ല, പുതിയാപ്പിള കരുതാണ് ഞാൻ കരുതിയമാതിരി പുതിയണ്ണായിട്ടില്ല. ഇത് രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞു നിന്നാൽ ഓരോ കുടുംബജീവിതത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. എന്നാളിപ്പോൾ അടുത്ത് ഒരു എങ്ങായി ഇപ്പോൾ ഒരു പെണ്ണും ഒരു പുതിയാപ്പിളയും തമ്മിൽ തൊലാക്കായി. എന്താ വിഷയം? ഉസ്താദേ ഞാൻ അങ്ങോട്ട് പോണില്ല. എന്താ പോകാത്ത? അവിടെ വൈഫൈ ക്ലിയർ ഇല്ല. വൈഫൈ ക്ലിയർ അല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല. അപ്പം ഇനി കല്യാണം അന്വേഷിക്കുമ്പോൾ കുഫു വെക്കുക എന്നില്ലെങ്കിൽ വൈഫൈയും കൂടി കൂട്ടിയേണ്ടി അല്ല. ഇല്ലേ നിങ്ങൾ കൊടുക്കണം മഹർ തരിയാവില്ല. ഇന്നത്തെ പെണ്ണുങ്ങളെ നമ്പാൻ പറ്റൂല, ഇവരെ എടുക്കാൻ പോകണ പറയാൻ പറ്റൂല. ഇപ്പം ചെറുക്കന്മാരൊക്കെ ഒരു ഐഡിയ കണ്ടുകണ്. ആ ഐഡിയ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ. എന്താ വെച്ചാൽ 10 പവന് 8 പവനൊക്കെ മഹർ കൊണ്ടുവരും. മഹർ കൊണ്ടുവന്നിട്ട് പറയും 2 പവന് ഇതാട്ടോ ഉസ്താദേ മഹർ, ബാക്കിയോ അത് ഞാൻ തമാശക്ക് കൊടുക്കുകയാണ്. ഞാൻ പോകുകയാണെങ്കിൽ എത്രേ പോകുള്ളൂ? 72,000 ചങ്ങായി. ഇപ്പോൾ ഇത് എങ്ങോട്ട് അവരെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിക്കും, ബിഹാദൽ മദ്കൂർ മഹരിൽ മദ്കൂർ, ഈ പറയപ്പെട്ട മഹറിന് പകരം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം എത്ര സ്വർണ്ണം ചോദിക്കും. അപ്പം മഹർ 4.5 എന്ന് പറഞ്ഞാൽ നമ്മൾ 4.5 എന്നാണ് പറയണേ. 10.5 എന്ന് പറഞ്ഞാൽ 10.5 അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് കേൾക്കണില്ലല്ലോ. കേൾക്കണ്ടോ? അടച്ചോനെ പണി ചെയ്തേനെ അല്ലേ? നിങ്ങളൊക്കെ ഏതായാലും കെട്ടിയാലോ ആണല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മര്യാദയ്ക്ക് നിന്നോളി ഓലായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത്, ഇല്ലേ മഹർ പോകും. ഇപ്പോഴാണെങ്കിൽ 2 പവന് മഹർ കൊടുക്കണമെങ്കിൽ നജീബായി ഒരുപാട് പൈസ. അപ്പം അതുകൊണ്ട് ബിഹാദൽ മദ്കൂർ, ഇന്ന് കാസർഗോഡ് ഭാഗത്തൊക്കെ 8ഉം 10ഉം എപ്പോഴും ഉണ്ടാവും മഹർ. അപ്പോൾ ചെക്കന്മാർ വരും, ഉസ്താദേ ഇത് മാത്രമേ മഹറുള്ളൂ കേട്ടോ, ബാക്കി ഇവിടെ വെക്കണോ? ഞാൻ പറഞ്ഞു ബിഹാദൽ മദ്കൂർ, ബിഹാദൽ മഹരി എന്ന് പറയുമ്പോൾ ഇവിടെ പടം എൻ്റെ കയ്യിൻ്റെ വേക്കം ചൂണ്ടിനോടുത്ത് വെക്കണ്ട, കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെച്ചാളാ. അപ്പം ഇനി കെട്ടാൻ പോകുന്ന ആളുകൾ 4-5 ആളുകളുണ്ട്. നിക്കാഹ് ഉറപ്പിച്ചവർ കുറച്ച് കൊടുത്താൽ മതി, ഇവരെ സ്വഭാവം എങ്ങോട്ട് എടുക്കണോ നോക്കിന് മതി. ഇപ്പോൾ സമാധാനമായില്ല നിങ്ങൾക്ക്? അങ്ങനെ ഉണ്ട്. ഒരു 1.5 പവനത്തിന് തൽക്കാലം സമാധാനം കിട്ടിയപ്പോൾ. അപ്പോൾ വയത് മുതലായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇതാണ് ഈ പറഞ്ഞതിനർത്ഥം. ഇത് അൽഹംദുലില്ലാഹ് നല്ല. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. ഇനി ഉസംഫിജുക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഇതോടുകൂടെ ഇനി വാപ്പ വേണ്ട ഉമ്മ വേണ്ട. പെൺകുട്ടികൾ കരുതാണ് ഇന്ന് വാപ്പിയമ്മയൊന്നും നമുക്ക് ആവശ്യമില്ല, വാപ്പിയമ്മേൻ്റെ നമുക്ക് ആവശ്യമില്ല ഇനി. കാരണം എന്താ? എനിക്കൊരു പുയ്യാപ്പിളിനെ കിട്ടി. പുയ്യാപ്പിള കരുതാണ് എന്ത്, എനിക്കിഞ്ഞ് വാപ്പൻ്റെയും പെണ്ണിനും ആവശ്യമില്ല, എനിക്ക് പെണ്ണുങ്ങളായി. പണ്ടൊക്കെ ഒരു സൽക്കാരത്തിന് പോകണം എന്നുണ്ടെങ്കിൽ വാപ്പാൻ്റെ സമ്മതം കിട്ടണം. അതിനിങ്ങനെ തല ചൊറിഞ്ഞിങ്ങനെ നിൽക്കും. ഉമ്മാൻ്റെ അടുത്ത് തല ചൊറിഞ്ഞിട്ടിങ്ങനെ പറയും, എന്താണ് ഉമ്മ പിന്നെ നാളെ അങ്ങനെ അമ്മായിൻ്റെ അടുക്ക് സൽക്കാരത്തിന് ചെല്ലാൻ പറഞ്ഞാണ്. ബാപ്പാനോട് ചോദിച്ചു നോക്കട്ടെ. അല്ലോ, അമ്മാൻ്റെ ഒരു കളക്ടർ ഒരു ഓർഡർ,
ആ ഓർഡർ പിന്നെ ഉമ്മ അങ്ങനെ തവസ്സുലാക്കി. പുതിയാപ്പ എന്തേജ് പോന്നേ? ഒന്നുമല്ല, കുട്ടികൾക്ക് ഇപ്പം നാളെ സൽക്കാരം ഉണ്ടല്ലോ, ആണ് പോവാ, നാളെ പോണ്ട ഹലാസ്. ഇന്ന് ഫാനും ഷൂ ഒക്കെ ഇട്ട് ഇൻസൈഡൊക്കെ ചെയ്ത് എന്നിട്ട് പറയാം ഞാൻ പോവാണ്. എവിടേക്ക്? ഇന്ന് അവിടെ സൽക്കാരുണ്ട്. എവിടേക്കാണ് സൽക്കാരം? ഒന്നിപ്പോൾ അവിടെ നിങ്ങളറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുഴുവൻസനായിട്ടില്ലേ, നിങ്ങൾക്ക് പെണ്ണൊക്കെ കെട്ടി ഇനിയിപ്പോൾ എപ്പോഴും പഴയ മാതിരി നിങ്ങളിങ്ങനെ ചോദിച്ചു കൊടുക്കണോ? അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഉസവ്വിജുക്ക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ കബിൽത്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവും അതല്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് നമ്മുടെ വാപ്പയും ഉമ്മയും. ഈ രണ്ട് വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം നമ്മൾ വാങ്ങണം. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുന്നാര മുത്തുനബിയുടെ മകൾ ഫാത്തിമ ബീവിക്ക് കുടുംബജീവിതം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയോട് എങ്ങനെയാണ് കുടുംബജീവിതം എന്ന് ശരിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി അൽഹംദുലില്ലാ അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം രണ്ടാളും ജീവിതത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന് ഒരു റൊട്ടി കിട്ടി. ഒരു ഹുബൂസ് കിട്ടിയപ്പം അത് 4 ഭാഗിച്ചു. അതിൽ നിന്ന് ഒരു കഷ്ണം അലി റളിയല്ലാഹു അൻഹു എടുത്തു, ഒരു കഷ്ണം ഫാത്തിമ ബീവിക്കും കൊടുത്തു, ഒരു കഷ്ണം 2 മക്കൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും കൊടുത്തു. ഒരു റൊട്ടിയെ 4 ഭാഗിച്ചു. നന്നായി ശ്രദ്ധിക്കണം. ഒരു റൊട്ടിയെ 4 ഭാഗിച്ചു. 4 ആക്കും ഭാഗിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പ്രിയപ്പെട്ട ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അലി, ഞാൻ ഉപ്പൻ്റെ അടുത്തൊന്ന് പോയി വരട്ടെ. ആരാ ഉപ്പ? ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പൻ്റെ അടുത്തൊന്ന് പോയി വരട്ടെ. എന്തേ? ഒന്നുമല്ല, ഇന്ന് നിങ്ങൾക്ക് ഒരു റൊട്ടി കിട്ടിയ ദിവസമാണല്ലോ. ആ റൊട്ടി 4 കഷ്ണമാക്കി അതിൽ നിന്ന് ഒരു കഷ്ണം എനിക്കും ഒരു കഷ്ണം നിങ്ങൾക്കും 2 കഷ്ണങ്ങൾ നമ്മളെ 2 മക്കൾക്കും കിട്ടിയ ദിവസമാണല്ലോ. അതുകൊണ്ട് വാപ്പ ഭക്ഷണം കഴിച്ചിക്കണമെന്ന് അറിയൂല, അതുകൊണ്ട് വാപ്പൻ്റെ അടുത്തൊന്ന് പോയി വരട്ടെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ ഒരു കഷ്ണം റൊട്ടിയുമായി ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാപ്പൻ്റെ അടുത്തേക്ക് ഫാത്തിമ ബീവി ഇങ്ങനെ പോവാണ്. ഫാത്തിമ ബീവി ഇങ്ങനെ ചെന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തിരിഞ്ഞു നോക്കുമ്പോൾ ആരാ? മകളാ വന്നത്. സുബ്ഹാനല്ലാഹ്. മുത്തുനബി ഇങ്ങനെ ഈ മണലിൽ ഇങ്ങനെ ഈ ഈത്തപ്പനയുടെ ഓല വിരിച്ചിട്ട് അതിലിങ്ങനെ കിടക്കുകയാണ്. തലയണയൊന്നും ഇല്ലാത്തത് കൊണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് കിടന്നപ്പോൾ സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താ മോളെ പോകുന്നത്? നമ്മളെ മക്കളൊക്കെ കൊണ്ടുപോകാൻ കല്യാണം കഴിച്ച കുട്ടികൾ പെട്ടെന്ന് ഒരു അസമയത്ത് കണ്ടാൽ നമ്മൾ ചോദിക്കൂലെ, എന്തേ മോളെ പോകുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അപ്പം ഫാത്തിമ ബീവിന്റെ മറുപടി, ഉപ്പാ, ഇന്ന് എൻ്റെ ഭർത്താവിന് ഒരു റൊട്ടി കിട്ടിയിട്ടുണ്ട്. ആ റൊട്ടി ഒരു കഷ്ണം അലിയും ഒരു റൊട്ടി എനിക്കും തന്ന് ഓരോ കഷ്ണം ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊടുത്തു. അതുകൊണ്ട് ആ ഒരു കഷ്ണം റൊട്ടി കിട്ടിയപ്പം ബാപ്പന് ഓർമ്മ വന്നതാണ്. സുബ്ഹാനല്ലാഹ്. ബാപ്പന് ഓർമ്മ വന്നതാണ്. ബാപ്പ ഭക്ഷണം കഴിച്ചിക്കണോ നോക്കിയിട്ട് വന്നതാണ്. അപ്പൊ ഞാൻ അലി റളിയല്ലാഹു അൻഹു സമ്മതം ചോദിച്ചു വരികയാണ്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാപ്പന്റെ മറുപടി, മോളെ, ബാപ്പ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. ബാപ്പ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. ഒന്നിരിക്കൽ യഥാർത്ഥം അങ്ങനെയാവും. അതല്ലെങ്കിൽ മകളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ആവും. നമ്മൾ ചിലവർ പറയും, പടച്ചോനായ റബ്ബേ, ഈ എന്നിട്ട് എന്തേ എന്നോട് ആദ്യം പറയാൻ ഒത്തിരി തിന്നാതെ ജീവിച്ചതിന് ഒരു റൊട്ടി റൊട്ടി കൊണ്ട് 4 ആളും തിന്നേ, അര റൊട്ടി കൊണ്ട് 4 ആളും തിന്നേ, എന്തിനാ പിന്നെ അവർക്ക് കല്യാണം കഴിച്ച് വിട്ടത്? ഇതെന്താ തീരെ ഇല്ലാത്തോടത്തുനിന്ന് പോയതാ? ഇങ്ങോട്ട് പോര്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളോട് പറയുന്നു, മോളെ, ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു പോയി. അപ്പൊ മകൾക്ക് സമാധാനമായി. കാരണം ഞാൻ ഭക്ഷണം കഴിക്കണ്ടല്ലോ. ഒരു റൊട്ടി കൊണ്ട് 4 ആള് കഴിച്ചിട്ടുണ്ട്, അര റൊട്ടി കൊണ്ട് 1/4 റൊട്ടി കൊണ്ടൊക്കെ 4 ആള് കഴിച്ച ദിവസമുണ്ട്. പക്ഷേ ഇന്ന് ഒരു റൊട്ടി പൂർണ്ണമായി കിട്ടിയത് പറഞ്ഞപ്പോൾ 3 ദിവസമായിട്ട് വാപ്പ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതാണ് കുടുംബജീവിതം. അപ്പൊ നമ്മൾ വാപ്പനെ ഒഴിവാക്കാൻ പാടില്ല, ഉമ്മനെ ഒഴിവാക്കാൻ പാടില്ല. ഇവരെ 2 ആളെ ഒഴിവാക്കാതെ കാര്യങ്ങൾ ചെയ്യണം. എന്നാലോ ഭാര്യയോട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ബാധ്യതകളുണ്ട്. അത് ആർക്കും കഴിയില്ല, ഉമ്മാക്ക് ചെയ്യാൻ കഴിയില്ല. ഉമ്മാക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ ചെയ്യേണ്ടടുത്തൊക്കെ ചെയ്യണം. ഇപ്പം അടുത്ത് ഞാൻ ഒരു മസ്ലഹത്ത്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി. എന്താ വിഷയം? ഇവൻ ഗൾഫിൽ നിന്ന് വന്നു. ഒക്കെ ഞമ്മയും ഇവനും തമ്മിൽ ഭയങ്കര പ്രശ്നം. ഇത് നിങ്ങൾക്ക് കേട്ടാൽ ഞാൻ പറയുന്നത് മൂസാ നബിൻ്റെ കഥയല്ല ഞാൻ പറയണത്, ഖദർ നബിൻ്റെ അലയല്ല. ഞാൻ ഒരുപാട് അനുഭവങ്ങളാണ് പറയുന്നത്. ഈ അനുഭവങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം ഇപ്പോൾ ഇവിടെ നിന്നുണ്ടാവും. അപ്പം അങ്ങനെ 2 പേരും ഇങ്ങനെ ജീവിതം തുടങ്ങി. പ്രശ്നമായി. ആ പ്രശ്നമായപ്പോൾ എന്താ പറയണത്, ഉമ്മനേറ്റ് ഒത്തുപോകണില്ല. എന്താ പ്രശ്നം?
ഉമ്മനെ വിളിച്ച് എന്താ ഇപ്പം നിങ്ങളെ മരുമോള് എന്താ നിങ്ങൾക്ക് പ്രശ്നമുള്ളത്? പൊന്നാർ ഉസ്താദെ, ഞാൻ ഓനെ 9 മാസം 9 ദിവസം ഗർഭം ചുമന്നിട്ട് പ്രസവിച്ചതാ. മരണത്തിൻ്റെ പകുതി വേദന അനുഭവിച്ചിട്ടാണ് ഞാൻ പ്രസവിച്ചിക്കണത്. ഇത്രയും പ്രസവിച്ച് ഇപ്പോൾ ഓന് 23 വയസ്സായപ്പോൾ ഞാൻ പെണ്ണ് കെട്ടിച്ച് കൊടുത്തപ്പോൾ ഇപ്പോൾ ഓല് രണ്ടാൾ ഒന്നായി. ഇന്ന മാണ്ട. എന്തേ ഇപ്പം നിങ്ങളെ മാണ്ടാതാക്കി? ഒന്നുമല്ല, ഞാൻ ജനാലൻ്റെ കള്ളിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നോക്കുമ്പോൾ എന്നും ഓൻ്റെ പെണ്ണുങ്ങൾക്ക് മാക്സിം ഒക്കെ കൊണ്ടുവരണം. ഓരോ ദിവസം നോക്കുമ്പോൾ ഓരോ ടെക്സ്റ്റൈൽസിൻ്റെ കവറിൽ ഇങ്ങനെ കൊണ്ടുവരണം. എന്നാൽ ഈ പെറ്റമ്മ ഉണ്ടല്ലോ ഇവിടെ, ഒരു തട്ടെങ്കിലും വാങ്ങി തന്നു വിടച്ച്. ഓന് മാക്സി വാങ്ങുമ്പോൾ ഒരു തട്ടെങ്കിലും വാങ്ങുന്നത്. അപ്പോൾ എനിക്കും തോന്നി സംഗതി ശരി തന്നെയാണ്, ഈ ഉമ്മാക്ക് എന്തോ ഒരു തട്ടം വാങ്ങിക്കോളെ. അപ്പോൾ ഞാൻ ഇവിടെ വേണം എന്താ കാട്ടണേ എന്ന് വിളിച്ചു. ഓനോട് വിളിച്ച് ഇജ്ജ് എന്താ ഉമ്മാക്കൊന്ന് വാങ്ങിക്കോളെ. എന്ത് ഉസ്താദ്? ഒന്നുമില്ല പൊന്നാര തങ്ങൾ പാപ്പയെ, ഞാൻ ഈ ടെക്സ്റ്റൈൽസിൻ്റെ കവറ് ഇങ്ങനെ കാണുമ്പോൾ ഇമ്മാൻ്റെ പൂതി എന്താണ്, എന്നും ഓരോ ടെക്സ്റ്റൈൽസ് നിൽക്കുകയാണ്. ഇവനാണെങ്കിൽ പൂള നല്ല ഇഷ്ടമാണ്. അപ്പോൾ പുളിച്ചിയാണല്ലോ നമ്മൾ ഈ ഗൾഫുകാർ പൊതുവെ പ്രവാസികൾ പുളിച്ചിയ ഓലിങ്ങനെ വലിയൊരു കവറൊക്കെ ഇട്ട് ഇങ്ങനെ പോകും. അപ്പോൾ പൂള കൊണ്ടുവരുമ്പോൾ പൂള കൊണ്ടുവരാനുള്ളൊരു സിലബസ് ഉണ്ട്. അത് പാളൻ്റെ അലോണ്ട് എന്ത് ചെയ്യും, പാളൻ്റെ കീറിയിട്ട് ഒരു കയറ് നടുക്കെട്ടിട്ട് ഇങ്ങനെയാണ് പഴയ കാലത്ത് കൊണ്ടുവരല്. പഴയ കാലത്ത് എങ്ങനെ കൊണ്ടുവരല്? ഇപ്പം പൂള കൊണ്ടുവരുന്ന മോശമല്ല, മറ്റുള്ള വരുമ്പോൾ ഒക്കെ ഒന്ന് ടിപ്പിലായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് നല്ല ടെക്സ്റ്റൈൽസിൻ്റെ കവറ്, ഇല്ലെങ്കിൽ ലുലുമാളുടെ നല്ല അടിപൊളി ഒരു 10 കവറൊക്കെ നമ്മൾ ആ പെട്ടിൻ്റെ മേലിട്ട് കൊണ്ടേതാക്കെ മടക്കി വെച്ചീന്. ഓരോ ദിവസം ഈ കവറിൽ ഇങ്ങനെ പൂള കൊണ്ടുവരിക, ചിരങ്ങയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇമ്മ ഇങ്ങനെ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഇപ്പം എന്നും ഓരോ ടെക്സ്റ്റൈൽസും സാധനം കൊണ്ടുവരിക. ഇമ്മ കരുതുന്നത് ടെക്സ്റ്റൈൽസ്, ഇവൻ കൊണ്ടുവരുന്നത് പൂളെ. അങ്ങനെയുണ്ട് രണ്ട് പൂള തെറ്റിദ്ധാരണ. ഈ ഒരു വിഷയം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് പൂളായിട്ട് തന്നെ പോന്നോട്ടെ. അമ്മ നോക്കുന്നുണ്ടെങ്കിൽ പൂളായിട്ട് ഇനി കവറിൽ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ പെരൻ്റെ അടുത്തെത്താനുമ്പോൾ കവർ അവിടെ തന്നെ പാത്തച്ചേണ്ടി, പിന്നെ അവിടെ തന്നെ എടുത്താൽ മതി പോകുമ്പോൾ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഉള്ള സാധനം ഇങ്ങനെ കുമ്പളങ്ങ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്നല്ലോ. എൻ്റെ കുട്ടി വളരെ അടങ്ങേറുള്ള ഒരു കവറും കൂടി ഇല്ലാതാണല്ലോ വരുന്നത്. ഈ ഒരു ദയനീയത വരും. ഇതാണ് ഒരു കുടുംബത്തിലുള്ള വാപ്പി ഇമ്മയും തങ്ങൾ തെറ്റാൻ, ഇമ്മയും മക്കളും തമ്മിൽ തെറ്റാനുള്ള കാരണം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ഈ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അമ്മാനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? നേരത്തെ ഞാൻ ഫാത്തിമ ബീവിയുടെ കഥ പറഞ്ഞ എന്തിനാണ്? ഫാത്തിമ ബീവിയുടെ കഥ പറഞ്ഞപ്പോൾ ഒരു റൊട്ടിയുടെ 4-ൽ 1 കഷ്ണം കെട്ടിയിട്ട് ആ ഒരു കഷ്ടം കൊണ്ട് ജീവിക്കുമ്പോഴും പരാതിപ്പെടാൻ പോകുന്നില്ല. ഇന്ന് എത്ര ആളുകളാണ് പരാതിയുള്ളത്? ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ചൊവ്വാഴ്ച ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കാറുണ്ട്. ഈ ചൊവ്വാഴ്ച ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഒരു 90-80 ടോക്കൺ ഉണ്ടാവും. ഈ ടോക്കൽ ഒരു 6-7 കേസ് തൊലാക്കാം. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇൻഷാ അല്ലാഹ് നല്ല സന്തോഷത്തോടു കൂടെ നമ്മൾ ജീവിക്കുക, നല്ല മനസ്സമാധാനത്തോടെ ജീവിക്കുക. ഇന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് എല്ലാവരും ഭാര്യനോടും ഭാര്യ ഭർത്താവിനോടൊക്കെ ഒന്ന് നന്നാവുക. ആദ്യം ഒന്ന് പൊരുത്തപ്പിടിച്ചൊക്കെ നന്നാവുക. കുറേ കച്ചറ കൂടിയല്ലേ. എല്ലാവരും നാളെ നേരം വെളുക്കുമ്പോൾ റാഹത്തോടു കൂടെ ഒന്ന് സലാം പറയാം. സലാം പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് നന്നാവുമ്പോൾ തന്നെ നമുക്ക് നല്ല പൈസ ഉണ്ടാവും. ആ പൊരയിൽ ബർക്കത്തുണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. എന്നും കച്ചറയും കുലുമാലും ആയി അങ്ങനെ ഉണ്ടാവും. ദാരിദ്ര്യമുണ്ടാകുന്ന ധാരാളം കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു 3 എണ്ണം ഞാൻ ഇപ്പം പറയും, ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. 1, കസ്റത്തുൻ നൗം, അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾ. എപ്പോഴും ഉറങ്ങനെ പിന്നെ പണി തന്നെ, എപ്പോഴും ഉറങ്ങനെ, പണിയില്ലെങ്കിലൊക്കെ ഉറങ്ങണ ടീമുണ്ടാവും. ഈ കസ്റത്തുൻ നൗം, അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവും. ചിലവുണ്ടാവും. ഇപ്പം നിങ്ങളെ പറ്റി ഉറക്ക് തീരുകയാണെങ്കിൽ അപ്പുറത്ത് മറൻ്റെ അപ്പുറത്ത് പൊന്നാർ ഞങ്ങളെ പപ്പ നല്ലോണം പറഞ്ഞു കൊടുക്കി. ഇയാൾക്ക് പണി രാവിലെ വന്നിട്ട് ഫുള്ള് ഉറങ്ങുക, നിസ്കരിച്ചാലൊക്കെ പിന്നെ ഉറക്കാണ്ട് പറയാം അല്ലേ. അങ്ങനെ ഉറങ്ങും. എന്നിട്ട് പറയും, ഉസ്താദെ എനിക്കൊന്നും ഉണ്ടാണില്ല കേട്ടോ ഉസ്താദെ, എന്താണെന്നറിയില്ല, ആകെ പ്രശ്നത്തിലാണ്. ഞാനിപ്പോൾ പെരണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഒക്കെ പ്രശ്നം ഉണ്ടായത്. ഒക്കെ പെരക്കായപ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല, നമുക്കല്ലേലും കുഴപ്പമുണ്ടാവില്ല. ഇല്ലെങ്കിലോ ഈ അടുപ്പിലെന്തോ കുഴപ്പമുണ്ട്. അടുപ്പ് സാധാരണഗതിയിൽ അടുപ്പുണ്ടാക്കേണ്ടത് കിഴക്ക് പടിഞ്ഞാറിലാണ് അടുപ്പുണ്ടാക്കേണ്ടത്. എൻ്റെ അടുപ്പ് എങ്ങനെയുള്ളത്? തെക്ക് വടക്കിലാണ്. അപ്പം ഇന്നാൾ ഏതോ ഒരു ചങ്ങായി അവിടെ ഇങ്ങനെ ഒരു ചികിത്സ എടുക്കുന്ന ഒരു ഫുലാനുണ്ട്. ആ ഫുലാൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞാൽ എൻ്റെ അടുപ്പ് മാറ്റണം, ഊരവേദന മാറാനേ. പെണ്ണുങ്ങളെ ഊരവേദന മാറാൻ അടുപ്പ് മാറ്റാൻ പറഞ്ഞു. എന്താ ഊരമക്കറ്റ ഗ്യാസും കുറ്റിൻ്റെ കണക്ഷൻ കൊടുത്തിന്, ഊരമക്കറ്റ കൊടുത്തിന്. സുബ്ഹാനല്ലാഹ്. ഇല്ലെങ്കിലോ പുരക്ക് പോയപ്പോൾ അപ്പം എന്തേ അയാൾ പറഞ്ഞു വെച്ച്? ഒന്നുമല്ല, അയാൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് എൻ്റെ പുരന്ന് അളക്കണം എന്നാണ്. പുരക്ക് അളവുണ്ട്, 3 അളവ്. 1 ഉത്തമം, 2 മധ്യമം, 3 അധമം. ഇങ്ങനെ 3 അളവുണ്ട്. ഈ 3 അളവ് റെഡി ആവണം. ഉത്തമം എന്ന് പറഞ്ഞാൽ റെഡി നമ്പറാണെങ്കിൽ കുഴപ്പമില്ല, അത്രേ പറഞ്ഞോളൂ. ബാക്കിക്ക് വേറെ പൈസ ഓരോരുത്തർ വേറെ തന്നുകൊണ്ട് ഇങ്ങനെ നോക്കി കുത്തിറക്കും. ആ കൂടി പറഞ്ഞ് നമ്മൾ അളക്കാല വെച്ചിട്ട് അല്ലേ. അപ്പോൾ ഉത്തമം, മധ്യമം, അധമം, ഇങ്ങനെ 3 അളവുണ്ട്. ഇയാൾ വന്ന് അളന്ന് നോക്കുമ്പോൾ
ഇത് മധ്യമത്തുനിന്ന് വിട്ടുകണ് ഉത്തമത്തിക്കറ്റ പോയിട്ടില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു നിലവിൽ ഇപ്പോൾ 5 ലക്ഷം റുപ്യ ലോണുള്ളൂ, ഈ ലോണ് വീടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇയാൾക്ക് പോയത്. അപ്പോൾ ഇയാൾ പറഞ്ഞു ഒന്നിരിക്കൽ എൻ്റെ പുര ഒന്നുകൂടി വലിപ്പം കൂട്ടണം, അപ്പോൾ ഉത്തമത്തേക്ക് എത്തും. അപ്പോൾ ഒരു 3 ലക്ഷം പിന്നെയും കടം വാങ്ങണം, ഇല്ലെങ്കിൽ വേറെ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യണം വാങ്ങണം, ഇല്ലെങ്കിലോ ഒരു 3 ലക്ഷത്തിൻ്റെ പൊളി പൊളിച്ചണം, അപ്പോഴും കറക്റ്റാവും, അപ്പോൾ മധ്യത്തേക്ക് വരും. ഇങ്ങനെ രണ്ടാലൊന്ന് ചെയ്യണം. എന്ത് ചെയ്യും? ഓൻ പൊളിച്ചാൻ നോക്കുമ്പോൾ തോനെ LED ബൾബൊക്കെ വെച്ച സ്ഥലത്താണ് പൊളിച്ചാൻ പറഞ്ഞത്. സുബ്ഹാന ജല്ല, ഇവിടെ ഇപ്പം ഈ ഭാഗത്തൊക്കെ പൊളിച്ചാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഈ മൂലമൊക്കെ പൊളിച്ചാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഓൻ എന്നോട് പറഞ്ഞു, തങ്ങളാപ്പ വന്നപ്പോൾ ഞാൻ ഇവിടെ ബാദിന് വന്നപ്പോൾ ഇങ്ങൾക്ക് ഭക്ഷണം തരാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതല്ല, ഞാൻ ഇതൊന്ന് തീരുമാനമാക്കാനാണ് എന്ന് പറഞ്ഞു. റെഡി. ഞാൻ കരുതി നല്ല ആളെ കണ്ടെത്തിയത് നിൻ്റെ മനസ്സിൽ ഇങ്ങനെ കരുതും ചെയ്ത്. ഞാൻ എന്നോട് 2 ചോദ്യം ചോദിക്കും, ആ 2 ചോദ്യത്തിന് മറുപടി പറയണം. ഇത് നിങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നമാണ്. അപ്പം ഞാൻ ഓനോട് ചോദിച്ചു, എന്താണ് ഇപ്പോൾ ചോദ്യം? ഈ ഇന്നിപ്പോൾ സുബൈസ്കരിച്ചിനോട് ചോദിച്ചു. ഈ ചോദ്യങ്ങൾ നിങ്ങൾ അംസനോട് ചോദിക്കണം. ഇന്ന് സുബൈസ്കരിച്ചിക്കണോന്നാ ചോദിച്ചേ. ആരും കയ്യൊന്നും വെക്കണ്ട, വാട്സപ്പിൽ വെക്കണാരും വെക്കിയാൽ മതി. വാട്സപ്പിൽ വെക്കണാരും വെക്കിയാൽ മതി. നമ്മളിവിടെ സുബൈസ്കരിച്ചിന് വെറുതെ 1500ാമത് ജന്മദിനം എന്നൊക്കെ പറഞ്ഞ് 8 മണിക്ക് ഞങ്ങൾ കട ഉറക്കണമെങ്കിൽ അപ്പം തന്നെ സുബൈ, 9:30 മണിക്ക് കട ഉറക്കണമെങ്കിൽ അങ്ങനെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ഇന്ന് നിസ്കരിച്ചിട്ടില്ല ഉസ്താദ് ചോദിച്ചു. ഇന്നലെ നിസ്കരിച്ചിന് ചോദിച്ചു. ഇന്നലെ നിസ്കരിച്ചില്ല. മിഞ്ഞാന്ന് നിസ്കരിച്ചില്ല. പിന്നെ എന്നെ നിസ്കരിച്ചോ? ഞാൻ കുടിയിരിക്കലിൻ്റെ നിസ്കരിച്ചാണ് ഞാൻ. അല്ലാഹ്. ഓൻ്റെ പാലാച്ചൽ എന്നൊക്കെ പറയും, പല ജില്ലക്കാരുണ്ടല്ലോ ഇവിടെ. പാലാച്ചൽ, പരീക്കൂടൽ, കുടിയിരിക്കൽ, ഏതായാലും പൊരയ്ക്ക് ആദ്യമായി കയറിയത് ഫസ്റ്റത്തെ സുബൈക്കാണ്. അന്ന് നിസ്കരിച്ചാൽ. ഇന്നാൾ ഞാനൊരു പൊരയ്ക്ക് ചെന്നപ്പോൾ പൊര തുറക്കാൻ നേരത്ത് സാധാരണഗതിയിൽ ഞാൻ പൊര തുറക്കാൻ പോകുമ്പം ഇവിടെ പൊരക്കാരങ്ങോട്ട് വന്നിക്ക് എൻ്റെ വാപ്പുണ്ടോ അങ്ങോട്ട് വിളിച്ച്, അമ്മോശാക്കുണ്ട് അങ്ങോട്ട് വിളിച്ചാൽ എല്ലാവരും വിളിച്ച് നോക്കുമ്പോൾ എല്ലാവരും റെഡി. ഇബനെ കാണാനല്ല, പുതിയാപ്പള്ള പെരക്കാരനെ കാണാനല്ല. സുബ്ഹാനല്ലാഹ്. സാധാരണ നിക്കാഹിൻ്റെ സദസ്സിൽ ചെന്നാൽ പുതിയാപ്പള്ളിനെ കാണാക്കലുണ്ട്, അമ്മോസാക്കൊക്കെ മണ്ടലൊക്കെ ഉണ്ട്, പല രംഗങ്ങളും നമ്മത്തുണ്ട്. പക്ഷേ പൊരക്ക് കുടിയിരിക്കാൻ ചെല്ലുന്ന സമയത്ത് തുറക്കണ എങ്ങനെ കാണാനില്ലാതെ. അപ്പം ഇവനെ തെരഞ്ഞു നോക്കി അവിടെ ഏതെങ്കിലും കക്കൂസും കുറ്റൊന്നും എന്തുണ്ടാവും മൂടിയിട്ടുണ്ടാവില്ലല്ലോ കുടിയിരിക്കേണ്ട തലേന്ന്. ആ കഴിഞ്ഞ മുമ്പ് ഡേറ്റ് തീരുമാനിച്ചേക്കാരും. ഇതിലേറ്റ ചാടിയ ടോർച്ചൊക്കെ അടിച്ച് കക്കൂസും കുജിലൊക്കെ ഇവനെ തെരഞ്ഞു നോക്കി. ഇവനെ എവിടെയും കാണാനല്ല. എവിടേക്ക് ചങ്ങായി പോയത് നോക്കി. ഇനിയിപ്പോൾ എന്താ കാട്ടൂസ്? ഞാൻ പറഞ്ഞു സുബൈയല്ലേ, കയറി നമുക്കാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഓൻ്റെ നേരെ ജി എവിടേക്ക് ചങ്ങായി അന്നെ എത്രങ്ങാൻ നേരം കാത്തുനിന്ന് ഞാൻ പൊറാട്ടക്ക് പോയത് തന്നെയാണ്. കാരണം അത് കാറ്ററിങ് ഓനാ ഏൽപ്പിച്ചത്, ഓനെല്ലാം അറിയുള്ളൂ. അപ്പോൾ ഓന അന്നും സുബൈയില്ല. അപ്പോൾ അവൻ അന്നും സുബൈയില്ല. മറ്റേ ഫുലാൻ എന്തൊക്കെയാണ് കുടിയിരിക്കലിലാണ് നിസ്കരിച്ചിരിക്കണം. അല്ലാ. അപ്പം ഞാൻ ഓനോട് പറഞ്ഞു, അല്ല എൻ്റെ അളവ് ഇപ്പോൾ ആരാ അളക്ക് വെച്ച്? ഓൻ്റെ അളവ് അളക്കണോ? എന്നും സുബൈസ്കരിക്കണമെങ്കിൽ ഉത്തമത്തിലാണ്, ഇടക്ക് നിസ്കരിച്ചനോ മധ്യത്തിലാണ്, തീരെ നിസ്കരിച്ചാത്തവൻ അധമത്തിൽ. ഇപ്പോൾ അധമത്തിലുള്ളത് കാരണം അന്നഞ്ഞൊന്ന് ഉത്തമത്തിൽ കൊണ്ടുവരണല്ലോ. അപ്പോൾ പൊരനെ കുറ്റം പറയണേ നമുക്കൊരു കുഴപ്പമില്ല. ഇപ്പം നമ്മളിങ്ങനെ പറയും, ഉസ്താദ് ഒരു കട പൂട്ടി മറ്റേ കട പൂട്ടി, മറ്റേ ഇനി 3ാമത്തെ കട പൂട്ടാൻ കുത്തിരിക്കുന്നത് നമുക്കൊക്കെയുള്ള പ്രശ്നമാണ്. അപ്പോൾ കടക്ക് കുഴപ്പം, ഇല്ലെങ്കിൽ സ്പോൺസർക്ക് കുഴപ്പം, ഇല്ലെങ്കിൽ ബിൽഡിംഗ് ഓണർക്ക് കുഴപ്പം, നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾ വളരെ ഉഷാറാണ്, നമ്മൾ ഭയങ്കര ഉഷാറാണ്. എല്ലാവരും നമ്മളെ സ്പോൺസർക്ക് കുഴപ്പമൊക്കെയാണ്. സുബൈ നിസ്കരിക്കാത്തവനെ സംബന്ധിച്ച് ഒരു ഇതുമില്ല. എന്നിട്ടല്ല പിന്നെ അങ്ങ് ഉറങ്ങുന്ന പണി. അപ്പോൾ ദാരിദ്ര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മഹാന്മാർ പഠിപ്പിക്കുന്ന 18 കാരണങ്ങളുണ്ട്. ദാരിദ്ര്യം പിടികൂടാൻ 18 കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കസുറത്തുന്നവും, അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾ. അധികരിച്ച് ഉറങ്ങുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ബഗ്ദാദിക്ക് ഒരു കാക്ക പോന്നിരുന്നു. കോട്ടക്കൽ ഈ കോഴിക്കോടിലാണ്. ഇയാളിനോട് പറഞ്ഞ് ഈജിപ്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷാദുൽ ഇമാമിൻ്റെ ഹദ്റത്തിലേക്ക് പോകാൻ 1000 കിലോമീറ്റർ ഓടണം. അവിടെ പോകുന്ന വഴിയിൽ ഇയാളിങ്ങനെ കുറേ വർത്താനം പറഞ്ഞു. ഉസ്താദ് എൻ്റെ പുരപ്പണി ഒക്കെ കഴിഞ്ഞൊക്കെ റാഹത്ത് തന്നെയാണ്, പണിയൊന്നുമില്ല, നിങ്ങൾ ദ്വാരക്കണം കേട്ടോ. ഒരു കട ഉണ്ട് വയനാട് മീനങ്ങാടി, അത് ഒരു വിറ്റ് പോകും വേണം. ഞാനങ്ങോട്ട് പോകലില്ല, എനിക്ക് ഭയങ്കര മടിയാണ്. ഓക്കെ, അങ്ങനെ പിന്നെ എന്താ ഇപ്പം നിങ്ങൾക്ക് പണി വെച്ചു? ഇപ്പം കാര്യമായി പണിയൊന്നുമില്ല. രാവിലെ സുബഹി നിസ്കരിക്കും, കുറച്ചേരം ഞാൻ ഉറങ്ങൂല, സൂര്യൻ ഉദിച്ചിട്ടേ ഉറങ്ങുള്ളൂ. നല്ല മനുഷ്യനാണ്, മോശപ്പെട്ട ആളല്ല. സൂര്യൻ ഉദിച്ചിട്ട് ഞാൻ ഉറങ്ങും. എന്നിട്ട് എത്ര നേരം? 9 മണി വരെ ഉറങ്ങുന്നതാണ്. 9 മണി വരെ ഉറങ്ങിയിട്ടോ പിന്നെ രാവിലെ നീച്ചിട്ട് 9 മണിക്ക് നീച്ചിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് നാസ്ത ആക്കും. പിന്നെ ഉറങ്ങുന്നതാണ്. ഉച്ചവരെ പിന്നെ ഉറങ്ങുന്നതാണ്. അത് നല്ല മനുഷ്യനാണ്, കുഴപ്പമൊന്നുമില്ല അയാളെ കൊണ്ട്. ഉച്ചവരെ ഉറങ്ങിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് നീച്ച് കുളിച്ചൊക്കെ ഒന്ന് വൃത്തിയായി നല്ല ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞാനും എൻ്റെ പെണ്ണുങ്ങളും കൂടി കൂടിയിട്ട് ഉറങ്ങുന്നതാണ്. നല്ല റാഹത്തായി. പിന്നെ അസറിൻ്റെ ശേഷം മൂപ്പര് ഉറങ്ങൂല. പിന്നെ അസർക്ക് നീച്ച് നിസ്കരിച്ച് മഗ്‌രിബിൻ്റെ ശേഷം ദിക്റോ സ്വലാത്തൊക്കെ ചെല്ലി നല്ല മനുഷ്യനാണ്. വിത്രൊക്കെ 11 റക്അത്ത് നിസ്കരിച്ച് അങ്ങനെ ഇശ കഴിഞ്ഞ് ഹദ്ദാദൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങുന്നതാണ്.
ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഉറക്കം വരും ചോദിച്ചു. ഉറങ്ങാതെ ഉസ്താദെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഉറക്കുളിക വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇജാസത്ത് വാങ്ങിയാൽ മതി, വേറെ ആവശ്യമില്ലാത്ത തരീക്കത്ത് വാങ്ങി നിൽക്കണ്ട. അല്ല നമുക്ക് ആവശ്യമില്ലല്ലോ വേണ്ടിയേ. അപ്പോൾ അങ്ങനെ ഇയാളിത് പറഞ്ഞ് അങ്ങനെ സുബ്ഹാനല്ലാഹ് ഇയാൾ ഏതായാലും മറ്റേ കട ഉണ്ടല്ലോ ആ കട വിറ്റുകൊണ്ട ടെൻഷൻ മാത്രം. ഞാൻ പറഞ്ഞാൽ ഒരു ബദർമൂല് നീർച്ചയാക്കി കളിങ്ങളാണ്. അപ്പോൾ ഇയാൾ ബദർമൂല് നീർച്ചയാക്കി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ വിളിച്ചു, ഉസ്താദേ അത് 2 ലക്ഷം റുപ്യക്ക് നടത്താൻ കൊടുത്തിങ്ങനെയാണ്. പിന്നെ അയാൾക്ക് ടെൻഷൻ കൂടി. ഇനിയിപ്പോൾ ഞാൻ എന്താ കാട്ടുക, മറ്റേതുണ്ട് ഇതുണ്ടെന്ന് ഇങ്ങനെ പറയുന്നല്ലോ, ഇനിയിപ്പോൾ എന്താ ഞാൻ കാട്ടുക, ഇനി ഉറങ്ങന്നെ അറിയാം. അല്ല ഇനി എന്താ, ഇനി ഒരു പ്രശ്നമില്ലല്ലോ, ഇന്ന് ഫുള്ള് ഉറങ്ങാൻ. കാരണം ഇനി അത് ആരോട് അതിനെപ്പറ്റി സങ്കടം പറയല, കാരണം അത് നടത്താൻ കൊടുത്തല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രൂപത്തിൽ ഉറങ്ങിയാൽ കസുറത്തുന്നവും അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്ക് ദാരിദ്ര്യമുണ്ടാകും. ഒന്ന് അണ്ടാ ധാര ഉറങ്ങാത്തോല്. രണ്ടാമത് പറഞ്ഞു മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യിപ്പിക്കാത്ത ആളുകളാണെങ്കിൽ അത്തരക്കാരാകുന്ന ആളുകൾക്ക് ദാരിദ്ര്യമുണ്ടാകും. വാപ്പിമ്മി മരിച്ചുകണെങ്കിൽ ദ്വാരക്കണം എന്നും, ഇല്ലെങ്കിലോ മരിക്കാത്ത വാപ്പയും ഉമ്മയുമാണെങ്കിൽ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം, ചെയ്യിപ്പിക്കണം. 2 മൂന്നാമത്തെ കാരണം വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കാൻ പാടില്ല. വാപ്പൻ്റെയും ഉമ്മൻ്റെയും മുമ്പിൽ നടക്കാൻ പാടില്ല. ബാപ്പയും ഉമ്മയും നമ്മൾ ഒന്നിച്ച് പോകുകയാണെങ്കിൽ നോളേജ് സിറ്റി കാണാൻ പോവുകയാണെങ്കിൽ മുമ്പിൽ ആരിരുത്തണം? ഉമ്മയും ബാപ്പയും ഉണ്ടെങ്കിൽ ഉമ്മയോ വാപ്പയോ ഇരുത്തണം. അവിടെ ഭാര്യനെ ഇരുത്താൻ പോകരുത്. ഭാര്യയ്ക്ക് വയത് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ പോലെ കേൾക്കാത്ത പെണ്ണുങ്ങളോടൊക്കെ നാളെ പറഞ്ഞ് ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് എവിടേക്കെങ്കിലും ഒന്ന് ഏർവാടിക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഈ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, കലപിലുണ്ടാക്കരുത്. അത് നമുക്ക് മോശമാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ കച്ചറൊന്നും കൂടാൻ പോകേണ്ട ആവശ്യമില്ല. വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ബെഡ്റൂമിലെത്തുമ്പോൾ നമ്മൾ ഓരോട് ചാടാൻ പോകരുത്. ചിലപ്പം ബാപ്പൻ്റെ ഉമ്മൻ്റെ അടിയിൽ നിന്ന് ഒരു നാടകമൊക്കെ കളിച്ചേണ്ടി വരും. ബെഡ്റൂമിലെത്തിയാൽ നമ്മൾ പറയാം, ഞാനേ ബാപ്പാൻ്റെ ഉമ്മൻ്റെ മുമ്പ് എനിക്ക് ഓലപ്പം നിൽക്കലേ പറ്റുള്ളൂ, ഇജൊന്നും കരുതണ്ട, ഞാൻ വെറുതെ പറഞ്ഞാണ്, ഇജിൻ്റെ മുത്തല്ലേ തേനല്ലേ എന്ന് ചോദിച്ചാൽ സംഗതി വൃത്തിയായി ഇല്ലടാ. ഇജ്ജ് വിളിച്ചോ, ഞാൻ 2 പറഞ്ഞു എന്നുള്ളൂ അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ഓലെ നമ്മൾ സമാധാനിപ്പിക്കണം. അപ്പോൾ റെഡിയായി. അപ്പം എൻ്റെ ഭർത്താവ് നല്ല ഇഷ്ടമാണ് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് വാപ്പയും ഉമ്മയും ആരാ ഇരിക്കേണ്ടത് പിന്നെ അത് പിന്നെ ഓലുണ്ടാവും തീരുമാനിച്ചോട്ടെ. ചിലപ്പോൾ ചിലയിടത്ത് വാപ്പ ഉണ്ടെങ്കിൽ ഉമ്മ ഇങ്ങനെ കാണാം, ഇടയ്ക്ക് ഇങ്ങനെ കയറണേ അതുണ്ടാവും. അങ്ങനത്തെ ഉമ്മയും വാപ്പിയൊക്കെ ഉമ്മ ഉള്ളവരൊക്കെ ഉണ്ടാവും. അത് നമ്മളേക്ക് കടത്തേണ്ട ആവശ്യമില്ല, ഓല് തീരുമാനിച്ചോട്ടെ. ഏതായാലും അതിൽ വാപ്പയും വാപ്പ ഇരിക്കണ്ടേ, പക്ഷേ അത് ഓല് തീരുമാനിച്ചോ, നമ്മളേക്ക് കടക്കേണ്ട ആവശ്യമില്ല. 2 3 കാര്യമുണ്ട്. 4ാമത്തെ കാരണം പറഞ്ഞു സുബ്ഹാനല്ലാഹ്, വാപ്പയുടെയും ഉമ്മയുടെയും പേരുകൾ മാറ്റി വിളിക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവും. വാപ്പൻ്റെയും ഉമ്മൻ്റെയും പേരെങ്ങനെ മാറ്റി വിളിക്കല്? എങ്ങനെ വിളിക്കല്? തന്തപ്പൊടി എന്ന് പറയും മലപ്പുറം ജില്ലയിൽ വാപ്പാനെ കുറിച്ച്, തള്ളപ്പൊടി എന്ന് പറയും ഉമ്മാനെ കുറിച്ച്. ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മളിങ്ങനെ പീടി കുത്തിരിക്കുമ്പോൾ വാപ്പായി കൂടെ ഇങ്ങനെ പോകുമ്പോൾ പറയും എൻ്റെ തന്തപ്പൊടി വരുന്നുണ്ട്, ഞാൻ കുറച്ചൊന്ന് മാറിക്കട്ടെ. വാപ്പ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരെ, എന്താ പിന്നെ ഇത്ര മോശം? അത് പറയാൻ മടിയാ, മോശമാണ്. ഉമ്മനെ പറ്റി പറയും 9 മണി കഴിഞ്ഞാൽ വാതിൽ തുറന്നു തരൂല എൻ്റെ തള്ളപ്പൊടി, അവിടെ ഞാൻ പോകാം, മീൻ പിടിച്ചാനൊന്നും ഞാനില്ല, നിങ്ങൾ വെക്കോളി. അണ്ടാ അവിടെ എന്ത് ചെയ്യും? തള്ളപ്പൊടി എന്ന് വിളിക്കും. അപ്പൊ ഈ പേരുകൾ മാറ്റി വിളിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരക്കാരാകുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാവും. ഇപ്പൊ നിങ്ങളെ പറ്റിയാ പറഞ്ഞേ. ഇനി പെണ്ണുങ്ങൾക്ക് 2 സംഗതി ഇനി കൊടുത്താൽ ഇന്നത്തെ പരിപാടി നിർത്തി. ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങള് രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കഴുകാതെ കിടന്നുറങ്ങുന്ന വീടുകൾ. രാത്രി ഭക്ഷണം നിർത്താനായോ? നറുക്കെടുക്കാനോ? നറുക്കെടുക്കും. ഈ കാരണം കഴിഞ്ഞാൽ അപ്പം എടുക്കും കേട്ടോ. അഥവാ നറുക്കെടുക്കാണ്ട് നറുക്കിൻ്റെ നിബന്ധന ഇവിടെ ഉള്ള ആളുകൾക്ക് നറുക്കെടുത്താൽ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് ഒരുന്നും ആണുങ്ങളെ ഭാഗത്തുനിന്നും ഫ്രീ ആയിട്ട് ഒരു ഉംറ ആണ് കൊടുക്കണമെങ്കിൽ നറുക്കിൽ കിട്ടിയ ആളുകൾക്ക്. പുറത്തുള്ള ആളുകൾക്കാണ് നമ്പർ കിട്ടണമെന്ന് വെച്ചെങ്കിൽ അപ്പോൾ എടുക്കുന്ന ആളെ പെണ്ണുങ്ങളെ കൊണ്ടുപോകാം അല്ലേ? അല്ല അത് ചോദിക്കാലോ, ഇത് വെറുതെ ഒരു നറുക്ക് മിസ്സാണല്ലോ. എങ്ങനെയാലും ഞങ്ങൾ പുറത്തന്നെ, എങ്ങനെ പുറത്താം? അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പോയാൽ നറുക്ക് അങ്ങനെ അഥവാ കട്ടകാലത്തിന് വീണ് കിട്ടിയ ഉംറ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും റെഡി ആയിട്ട് നിന്നോളി. ഇൻഷാ അല്ലാഹ് ഇപ്പം നറുക്കെടുക്കും. അപ്പോൾ ഒരു കാരണം പറഞ്ഞു, രാത്രി ഭക്ഷണം കഴിച്ച, ഇതൊക്കെ നിങ്ങൾ നാളെ പെണ്ണുങ്ങൾ വേദറിയാനുള്ളവരാ, രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കഴുകാതെ കിടന്നുറങ്ങുന്ന വീടുകൾ, അത്തരക്കാരാകുന്ന വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നാളെ മുതൽ രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ നാളെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ രാത്രി തന്നെ കഴുകണം. രാത്രി അടിച്ചു വരുന്ന വീടുകൾ, രാത്രി അടിച്ചു വരിക, ചൂലെടുത്തിട്ട് അടിച്ചു തരിക, അത് മൊത്തത്തിൽ അടിച്ചു തരാൻ പാടില്ല. എന്നാലോ
കിച്ചൺ വൃത്തിയാക്കണീന് കുഴപ്പമില്ല കേട്ടോ. ഇനി അത് കേട്ടുകൊണ്ട് കിച്ചൺ വൃത്തിയാക്കാതെ കിടന്നവരാണ്. കിച്ചൺ വൃത്തിയാക്കണീന് കുഴപ്പമില്ല. മൊത്തത്തിൽ രാവിലെ 9 മണിക്കുണ്ട് മൊത്തത്തിലൊരു ക്ലീനിങ്. ആ ക്ലീനിങ് രാത്രിയിലേക്ക് മാറരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അടുത്തൊരു കാരണം പറഞ്ഞത് സുബ്ഹാനല്ലാഹ്, അപ്പോ ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ, ചിലന്തി വലകൾ മാറാല, ചിലന്തി വലകൾ തട്ടാത്ത, ഇന്ന് നമ്മളെ റൂമിലൊക്കെ ചെന്ന് നോക്കിയാൽ, നമ്മളൊക്കെ ഇപ്പോൾ കുറേ റൂമിലൊക്കെ ഇപ്പോൾ ഞാൻ അങ്ങനെ 2 3 റൂമിലൊക്കെ ഇങ്ങനെ പോയി, സുബ്ഹാനല്ലാഹ്, എങ്ങനെ ഐശ്വര്യം ഉണ്ടാവുമോ? ഒരു പൈസ ഉണ്ടാവില്ല. ചിലവരൊക്കെ ബെഡ്ഷീറ്റ് അലക്കിയിട്ട് എത്ര കാലമായി, പുതിയതൊന്നുകൂടി വാങ്ങി അതിൻ്റെ മുകളിലിടല. പിന്നെ നാട്ടിൽ പോകുമ്പോൾ ഒന്നായിട്ട് 3 ബെഡ്ഷീറ്റ് ഒന്നായിട്ട് കുമാമയെ കൊണ്ടിടുക. അങ്ങനത്തെ മെമ്പർമാരൊക്കെ ഉണ്ടാവും അല്ലേ? ഫില്ലോ കവർ എന്ന്, തലയിണയുടെ കവർ എന്ന് അലക്കിയതാ കൂട്ടരെ. സുബ്ഹാനല്ലാഹ്, നമ്മളെ ഈ വായിൽ നിന്ന് ഒലിക്കുന്ന ഒരു സാധനമുണ്ട്, കേരാന്ന് വിളിക്കും അല്ലേ? കേരാന്ന് പറഞ്ഞാൽ തിരൂലേ? ആ, ചില ഭാഗത്ത് അതിന് ചാറ് എന്നൊക്കെ പറയും. മംഗലാപുരം ഭാഗത്ത് ചാറ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞ പുട്ടും കൂടി ഉണ്ടായ വിശേഷമായിയാണ് അതിന് ചാറ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് ഈ ഫില്ലോ കവറിൻ്റെ മുകളിലേക്ക് ഒലിക്കുമ്പം പിറ്റേന്ന് വീണ്ടും അതിൻ്റെ മുകളിൽ തല വെക്കുമ്പം അതിങ്ങനെ പൊടിയാണ്. അത് പൊടിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് വിടുന്ന സാധനം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. തിരിച്ച് കിട്ടേണ്ട സാധനം ഏതാ? ഓക്സിജൻ. ആ ഓക്സിജൻ നമ്മൾ എവിടുന്നാണ് വലിക്കണത്? ഈ തലയണമെന്നാണ് വലിക്കണത്. അപ്പോൾ ഈ പൊടിയും കൂട്ടിയിട്ടാണ് വലിച്ചത്. ഇതൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് സുഖമായിട്ട് നമ്മളതാണ് വിടുമ്പോൾ പെണ്ണുങ്ങൾ നല്ല സ്നേഹത്തോടെ ഒറ്റ വലിയ. പിന്നെ പെണ്ണുങ്ങൾ ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് പിന്നെ ഓളൊരു വിടൽ. അപ്പം പിറ്റേന്ന് ഭർത്താവിൻ്റെ ഓക്സിജൻ പിന്നെ ഇതാ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ രാത്രി 12 മണിക്ക് കടന്നുറങ്ങി, രാവിലെ 5 മണിക്ക് നീക്കുമ്പം ഈ 4 മണിക്കൂർ 5 മണിക്കൂർ മൊത്തം ഈ റൂമിൽ കാർബൺ ഡൈ ഓക്സൈഡായി. ഈ കാർബൺ ഡൈ ഓക്സൈഡിൽ മൊത്തം ഈ പൊടിയുണ്ട്. നന്നായി ശ്രദ്ധിക്കണം. അപ്പം ഈ ഒരു പൊടിയുണ്ട്. അപ്പം നമ്മൾ എന്ന് തലക്കണിൻ്റെ പറഞ്ഞാൽ എല്ലാ ദിവസവും തിരുമ്പണ ആളുകൾ ആരാ ഉള്ളത്? സുബ്ഹാനല്ലാഹ്. അപ്പോൾ വൃത്തിയില്ലാത്ത ആളുകൾ, ബാത്റൂം നല്ല വൃത്തിയാവണം. ചില ആളുകളുടെ ബാത്റൂമിലേക്ക് ചെന്നാൽ കുറേ മുടിൻ്റെ കെട്ട്, കുറേ ഷാമ്പൂവിൻ്റെ ടിന്ന്, ചില ബ്രഷ് പൊട്ടിയത് പൊട്ടാനുള്ളത്, എല്ലാ ഗുണ സാധനം ഉണ്ടാവും. അപ്പോൾ എന്തേ ഇപ്പം ഇതിങ്ങനെ? അത് ഇവിടെ നിന്നിപ്പോൾ ഒരു പരിപാടി ഉണ്ടായിന്, അതുകൊണ്ട് ഇങ്ങനെ ആയതാണ്, നാളെ ശരിയാവും. അത് എന്നും അങ്ങനെ തന്നെ പറയല്. ആകെ കവറുണ്ട് നമുക്ക് തിരിയുമല്ലോ. അപ്പം അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, നിങ്ങളെ റൂമൊന്ന് വൃത്തിയാക്കി ആദ്യം, എന്നിട്ട് പൈസ ഉണ്ടാക്കി. 20,000 25,000 റുപ്യ ഡെയിലി ശമ്പളം കിട്ടുന്ന ആളുകൾ എല്ലാവരും ഉണ്ട്. 25,000 റുപ്യ ശമ്പളം കിട്ടിയിട്ട് എന്താ നമുക്കത് കാണാത്തത്? ഉണ്ടാവില്ല, ബറക്കത്തില്ല. ഒന്ന് സുബൈൻ്റെ ശേഷം കടന്നുറങ്ങും, ഇല്ലെങ്കിൽ സുബൈ നിസ്കരിച്ചൂല. തന്നെ കോഴിയിലും കോഴി കുഞ്ഞുങ്ങളിലും അള്ളാഹു തആല ബറക്കത്ത് കൊടുത്തു. ആട്ടിലും ആട്ടിൻ കുഞ്ഞുങ്ങളിൽ അള്ളാഹു തആല ബറക്കത്ത് കൊടുത്തു. 2 ജീവികൾ അള്ളാഹു തആല ബറക്കത്ത് കൊടുത്തില്ല, കുറുക്കന്മാരിലും പന്നികളിലും. കുറുക്കന്മാർ ഒരു പ്രസവത്തിൽ 8 7 ഒക്കെ ഉണ്ട്. പക്ഷെ ആരും കുറുക്കന്മാരറുത്ത് തിന്നണില്ല. ആ കണക്കിന് നമ്മൾ എല്ലാ സൈഡ് കൂടിയും എന്ത് ചെയ്യണം? നമുക്കിങ്ങനെ കാണണം. പക്ഷേ ഇതൊന്നും കാണുന്നില്ല. എന്താ കാരണം? ബറക്കത്തില്ലാത്ത ജീവികളാണ്. അതുകൊണ്ട് സുബഹിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് ഉറങ്ങണ നിർത്തുക. ആദ്യം ഇൻഷാ അല്ലാഹ് ആണുങ്ങളെ ഭാഗത്തല്ലേ മുകളത്തെ പെണ്ണുങ്ങളതാ? അതെ, ഭക്ഷണം പെണ്ണുങ്ങൾ കൊടുത്തോളി. ആണുങ്ങൾക്ക് ലാസ്റ്റ് കൊടുത്താൽ മതി. ഓൾക്ക് മുതൽ ഒരുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, പെണ്ണുങ്ങളെക്കാട്ടിലും കൂടുതലാണല്ലോ ആണുങ്ങൾക്ക്. അല്ല, ഫുഡ് കൊടുത്താൽ പിന്നെ ഞാൻ തുറക്കൂല, അങ്ങനെയുണ്ട് നിയമം. ഇതൊക്കെ ഒരു ആഭാസാക്കി കാണിച്ചരുത്. നമ്മൾ തുറക്കുമ്പോൾ ഈ ചോറ്റിൻ്റെ പൊതി ഓടിയ വെക്കങ്ങൾ, ഇതിനുള്ള ആദരവ് കൊണ്ട് നമ്മളെ തുണിയിൽ വെക്കുമോ? തുണിയോടുള്ള സ്നേഹം കൊണ്ട് നെയ്യൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓലെ കെണിയിപ്പിച്ച് നിൽക്കുമ്പോൾ ഓരോ ചെയറിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് ഇതിപ്പോൾ ഞാൻ എടുത്താൽ രണ്ടും വില കഴിക്കാറ്. അതെ സുബ്ഹാനല്ലാഹ്. അല്ലാഹ്, റഫീഖ് അല്ലേ? സീബ് സൂഖ് ആരാ? ഇവിടെ ആളുണ്ടോ? 325 325 325 94 22 43 34. അങ്ങനത്തെ ഒരാളെന്നെ ഇവിടെ അല്ല. ഈ വീഡിയോ ക്യാമറക്കാരുണ്ടോ? ഫോട്ടോ എടുക്കാൻ നീച്ചുന്ന ഇവിടെ കുത്തിർക്ക് ഡി അനക്കേക്കാരൻ 9 മണി പോവാം. സുബ്ഹാന. റഫീഖ് നമ്പറൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓൻ്റെ ഫോൺ നമ്പർ ഒന്നും വായിച്ചാൽ 94 22 43 34 ഉണ്ടോ? ഇല്ലല്ല, മാറ്റി വെച്ച് ഇത് എനിക്കുള്ളതായിപ്പോൾ. നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒന്നുകൂടി കിട്ടിയ
യാത്ര റാഹത്തായി. ഇതാ ഒന്നുകൂടി ഇളക്കി എറണാകുളത്തേക്കാണ് പോട്ടെ. അല്ലാഹ് ബിസ്മില്ല. മുസ്തഫ 589 79 50 51 59 ഫോൺ നമ്പർ. ഇതാ മാഷാ ഫളൽ. അല്ലാഹ് നമ്മളിതിപ്പോൾ നിങ്ങൾ കൊണ്ടുപോയല്ലോ. വരും നമ്മൾ രണ്ടാം കൂടിയും പോകാൻ തവാഫുകളും സൈ ഞാനും ചെയ്യാം. ഇവിടെ വരും ഫളൽ ഒന്ന് കാണട്ടെ നിങ്ങൾ. ഇതാ അൽഹംദുലില്ലാ. ആ ഇതല്ലേ നിങ്ങൾ തന്നെയല്ലത് ആണോ? നമ്പർ മാറിയില്ലല്ലോ. ആ ഇൻഷാ അല്ലാഹ്. അപ്പം ഇൻഷാ അല്ലാഹ് ഈ ഫുലാനെ എങ്ങോട്ടേ പോയാവോ. ഇതാ ബിസ്മില്ല. ഇനി പെണ്ണുങ്ങൾ വേദരി അത് നിർത്താനായി. പെണ്ണുങ്ങൾ കുറച്ചുള്ളൂല്ലോ. ആ അല്ലാഹ്. സമീറ കാസിം 196 96 56 10 16 ഉണ്ടോ നോക്കി അവിടെ ആള്. മുയാപ്പഴുണ്ടോ അവിടെ? ആക്കണതാ താൽ വല്ലാഹി സമീറ. അല്ലാ ഓല രണ്ടാളും ഇപ്പം ഇന്ന് എന്തായാലും നല്ല സന്തോഷം തന്നെ കാരം. എന്നാ ഒരാളെങ്കിലും അടിയില്ലാതെ ജീവിച്ചോലെ. ആ ഇതാ ഇതാ അതൊക്കെ വേമ്പാ. ആ നമ്പർ ഓൻ തന്നെയല്ലേ നോക്കട്ടെ. ഒരക്ഷരം കൊണ്ടല്ലേ. നാടെവിടെ? മഞ്ചേശ്വരം. മഞ്ചേശ്വരം കിതറേ. ആ പൊയ്യത്ത് വല്ല ഉറൂസിനെ ഞാൻ വന്നീനല്ലോ. ആ അപ്പം അനക്കനെയല്ലേ സമീറ കാസിം അല്ലേ? ഞാനല്ലേ? ഓക്കെ എന്നാ ബിസ്മില്ലാ. അൽഹംദുലില്ലാ. രണ്ടാക്കണ്ടങ്ങൾ ഇതാണ്. ഏതെങ്കിലും ഒരു ദുആണ്ട് അള്ളാഹ് കബൂലാക്കുമ്പം ഏതെങ്കിലും വഴി ഉണ്ടാവും എന്ന് പറഞ്ഞതാണ്. നമ്മൾ ഇഖ്ലാസോടുകൂടെ അൽഹംദുലില്ലാ പയ്യത്ത് വഴിയിൽ വലിയ ഉറൂസ് നടക്കാറുണ്ട്, ഞാൻ പോവാറുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ദുആ അള്ളാഹ് കബൂലാക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വഴിയാണ് തുറന്നു വരും. അത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസോടുകൂടെ നമ്മൾ ചെയ്യുമ്പം അള്ളാഹു തആല നമുക്ക് ഓരോ വഴി തുറന്നു വരും. ഇതാണ് നാളൊരു ചങ്ങായിനെ ഓന് നാട്ടിൽ നല്ല പ്രവർത്തകനാണ്, നല്ല ഒരു സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകൻ. ഉസ്താദ്മാർ വരുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ, നോട്ടീസ് ഒട്ടിച്ചാൻ, മഹദറത്തുൽ ബദരിയ, സ്വലാത്തിന്, എല്ലാ സ്ഥലത്തിനും ഇപ്പം സജീവമാണ്. അങ്ങനെ ഈ ചങ്ങാതി എന്ത് ചെയ്തു? ഇവരിങ്ങനെ നടന്നപ്പോൾ ഇവനെ ഈ പരിപാടി എടുക്കണോടൊന്നും ഓൻ്റെ ജ്യേഷ്ഠന്മാർക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ജ്യേഷ്ഠന്മാർ അവനോട് പറഞ്ഞിട ചങ്ങായി ജി രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ നോട്ടീസ് ഒട്ടിച്ച് എൻ്റെ വാദം കഴിഞ്ഞ് വരുമ്പോഴത്തിന് സമയം കുറേ വൈകും, എനിക്കൊരു പെണ്ണൊക്കെ കെട്ടണ്ടേ, ജി കോലത്ത് പോയാൽ എങ്ങനെ എനിക്ക് പെണ്ണെട്ടാൻ കഴിയാന്ന്. അപ്പോൾ ഇപ്പം നന്നാകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കേടുവരാൻ ബലവാശി പറഞ്ഞാൽ അങ്ങനെ ഇവനൊരു പെണ്ണെട്ടിച്ചു കൊടുത്തു. ജ്യേഷ്ഠന്മാരൊക്കെ ഇവിടെ കൂടിയിട്ട് ജ്യേഷ്ഠന്മാർ പെണ്ണെട്ടിച്ചു കൊടുത്തപ്പോൾ ഓന് പഴയ മാതിരി തന്നെ പെണ്ണുങ്ങളൊക്കെ നോക്കാനുള്ളതൊക്കെ നോക്കും. ഓൻ്റെ പ്രവർത്തനത്തിനൊന്നും ഒരു കമ്മിയുമില്ല, നല്ല റാഹത്തിലും ഉഷാറിലും മുന്നോട്ട് പോവാണ്. അങ്ങനെ വന്നപ്പോൾ ഓൻ്റെ ജ്യേഷ്ഠന്മാർ തീരുമാനമെടുത്ത് ഈ ചെങ്ങായി പെണ്ണെട്ടിച്ചു കൊടുത്തിട്ടും കാര്യം ഇപ്പം പിന്നെ അങ്ങനെ തന്നെ ഇവ ഇപ്പോഴും ആ സ്വലാത്ത് നിൽക്കറും നിർത്തണില്ല. അപ്പോൾ പിന്നെ ഓനെ പറഞ്ഞ അപ്പം ഓൻ നമുക്കൊരു ഹൗസ് ഡ്രൈവറായിട്ട് ഗൾഫിക്കാണ് കയറ്റിയ മക്കത്തേക്ക്. അവിടെ ഒന്ന് നോട്ടീസ് ഒട്ടിച്ചാൻ പോയ അവൻ്റെ അവസാനത്തെ നോട്ടീസേക്കാരം. അങ്ങനെ ഇവലൊക്കെ പാടെ കൂട്ടിയിട്ട് ഓനൊരു 800 റുപ്യക്ക് ഹൗസ് ഡ്രൈവറെ പേപ്പറിന് ഇവനെ കയറ്റി. ഹൗസ് ഡ്രൈവർ പേപ്പറിന് കയറ്റിയപ്പോൾ ഇവനാകെ 800 റിയാലെ ശമ്പളമുള്ളത്. അങ്ങനെ ഇപ്പം മാഷാ അല്ലാഹ് 3 മാസമായപ്പം എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ വന്നു, സലാക്കെ പറഞ്ഞ് എന്തൊക്കെ റാഹത്തിന് ആ റാഹത്ത് തന്നെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവനോട് പറഞ്ഞ് എന്നെ കൊണ്ടുവരാൻ വിസക്ക് ചിലവില്ലെങ്കിലും ടിക്കറ്റിന് ചിലവുണ്ട്, 3 മാസമായില്ല എൻ്റെ ആ പൈസ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ. അപ്പം ഇപ്പം പറഞ്ഞു എവിടെ എൻ്റെ അടുത്ത് പൈസ? ഞാനാകെ 800 റുപ്യ ശമ്പളം ഉണ്ടാക്കാൻ 150 റിയാൽ ഉമ്മാക്ക് അയച്ചു കൊടുക്കും, 150 റിയാൽ പെണ്ണുങ്ങൾക്ക് അയച്ചു കൊടുക്കും. പെണ്ണുങ്ങൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അമ്മക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ സമസ്ത എപ്പോൾ വളർന്ന്, അതുകൊണ്ട് ഓൽക്ക് 300 പോയി. പിന്നെ നമ്മളെ സാന്ത്വനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു 150 പിന്നെ അയക്കും, അപ്പോൾ 450 ആയി. പിന്നെ ടെലിഫോൺ ഒക്കെ കയറ്റണ്ട എനിക്ക്, നെറ്റൊക്കെ പാടെ, അപ്പം 150 അങ്ങനെയാവും. അപ്പം എത്രയായി? 600 പിന്നെ സോപ്പും സാബുനൊക്കെ കഴിഞ്ഞ് പിന്നെ വല്ല ബാക്കിയൊന്നും ഉണ്ടാകില്ല. അതിൽ ഇവനും ഇങ്ങോട്ട് പിരാന്തിനാ എൻ്റെ അമുക്കെ ഇജി എവിടെ കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല, ഇജ് നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്തറിന് ഇവനാണ് പോയി. ഇവൻ നല്ല ഉഷാറിൽ 2 കൊല്ലം ഇങ്ങനെ ജോലി ചെയ്ത്, ഇവലൊന്നും ഒരു ബന്ധവുമില്ല.
ദുനിയാവിൽ നിന്ന് പെര കയറ്റൂല, ഞങ്ങൾ 10 കൊല്ലമായി ഇതുവരെ ഞങ്ങൾക്ക് പെരയറ്റം കഴിഞ്ഞിട്ടില്ല, അന്നെ എവിടെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് കുറേ ചൂടായി. പക്ഷെ 2 കൊല്ലമായപ്പോൾ നല്ല ഇഖ്ലാസിൽ അവിടെ അങ്ങനെ പണിയെടുക്കുക. അറബിക്ക് നല്ല ഇഷ്ടമാണ് അവനോട്. കുട്ടികളെ നോക്കും, ചെടി നനക്കും, മിഠായി വാങ്ങിക്കൊടുക്കും, അങ്ങനെ കുട്ടികളെ കളിപ്പിക്കും. സംഗതി ഹൗസ് ഡ്രൈവർ ആണെങ്കിലും ഒരു ഖദ്ദാമൻ്റെ പണിയും കൂടി അങ്ങനെ എടുത്തു പോന്നപ്പം അറബിക്ക് ഇവനോട് വലിയ മഹബത്താണ്. 2 വർഷം കഴിഞ്ഞപ്പം ഇവൻ യാ മുഹമ്മദ് തആൽ എന്ത മാഫി സാഫർ, ഈ നാട്ടിക്ക് യാത്ര പോകണില്ല വെച്ച്. അപ്പോൾ ഇവ എടുത്ത് മാ ഇന്ദി ഫുലൂസിയ അമ്മ മുഹമ്മദ്, എൻ്റെ അടുക്കൽ പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അറബി കുറച്ച് കഴിഞ്ഞ ശേഷം യാ മുഹമ്മദ് തആൽ ഖുദ് ഹാദൽ ളർഫ്, ഈ കവറ് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു കവറാണ് കൊടുത്തു. ആ കവറ് ഓൻ്റെ ഒരു റൂമുണ്ട്, കീ കവറാണല്ലോ ഹൗസ് ഡ്രൈവർമാരുടെ റൂമുണ്ടാകുക. ആ ചെറിയ റൂമിൽ ചെന്നിട്ട് ഈ കവറുകൾ പൊട്ടിച്ചു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അതിലൊരു ചെക്ക്. ആ ചെക്ക് എത്രയാണ്? 50,000 റിയാലിന്റെ ചെക്കാണ്. ഇത് എൻ്റെ സക്കാത്തിന്റെ മുതലാന്ന് പറഞ്ഞിട്ട് അറബി ചെക്ക് 50,000 റിയാലാണ് കൊടുത്തു. ആ കാലഘട്ടത്തിൽ അതിന് 10 ലക്ഷം ഉറുപ്പ്യുണ്ട്. 10 ലക്ഷം ഉറുപ്പ്യ. സുബ്ഹാനല്ലാഹ്. നാട്ടിൽ അങ്ങോട്ട് പോയി. ഓന് സാന്ത്വനത്തിനൊക്കെ പ്രവർത്തിച്ച നല്ല SYSന്റെ പ്രവർത്തകനായതുകൊണ്ട് ഓന് ഒരുപാട് കുറ്റിയടിച്ച നങ്ങന്മാരുണ്ട്, കട്ടില വെക്കാനും ആളുണ്ട്, പടുക്കാനും ആളുണ്ട്, ഇലക്ട്രീഷ്യന്മാരുണ്ട്. 2 മാസത്തിൻ്റെ ഉള്ളിൽ ഓൻ്റെ പണിയൊക്കെ പെരപ്പണി കഴിഞ്ഞ് ഈ നേരത്തെ ഉപദേശിച്ച ജ്യേഷ്ഠന്മാരെ കുടിരിക്കലിന് വിളിച്ച്, എടാ നമ്മളെ കാക്കാരെ പേര് നമ്മളെ പേരെ കുടിരിക്കലാണ്. അപ്പോൾ ഈ ജ്യേഷ്ഠന്മാർ പിന്നെ ചർച്ച എത്തപ്പി ചെങ്ങായി കാട്ടിയേ, ഇപ്പം ഈ 2 കൊല്ലം കൂടെ എങ്ങനെ ഈ പെര കയറ്റി അറബിനെറ്റ ശരിയാക്കി പോന്നോന്ന്. അങ്ങനെയുണ്ട്, അറബിനെറ്റ ശരിയാക്കി തന്നോ. ഉണ്ടോ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇഖ്ലാസോടുകൂടെ ചെയ്യുമ്പോൾ അല്ലാഹു തആല വേറെ നമുക്കിങ്ങനെ തുറന്നു വരും. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. അൽഹംദുലില്ലാ ഈ 2 പേരെ ഉംറക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ഈ സദസ്സിലുള്ള ഒരു മാന്യ വ്യക്തി സ്പോൺസർ ചെയ്തതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലും ജോലിയിലൊക്കെ അല്ലാഹു വലിയ ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ ആ ഉംറക്ക് പോകാൻ അവസരം കിട്ടിയ 2 സഹോദരങ്ങൾ, ആ 2 സഹോദരിമാർ എന്തായാലും പെണ്ണിനെ പറഞ്ഞേക്കുമ്പോൾ പുയ്യാപ്പളിയും പോകണം, പുയ്യാപ്പള പെണ്ണിന് പോകുമ്പോൾ 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ 2 ആൾക്കും നല്ല റാഹത്തോടെ സന്തോഷത്തോടു കൂടെ അൽഹംദുലില്ലാ പോവുക. അതൊക്കെ തന്നെയാണ് ഭാഗ്യം എന്ന് പറഞ്ഞാൽ. അൽഹംദുലില്ലാ ചില പെണ്ണുങ്ങളെ കൊണ്ട് ആണുങ്ങൾ കഴിച്ചിലാവും, ചില ആണുങ്ങളെ കൊണ്ട് പെണ്ണുകൾ കഴിച്ചിലാവും. പറച്ചിൽ പറയുമ്പോൾ നമ്മൾ മേപ്പെട്ടൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട്, എന്നാലും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും അന്നെ കെട്ടിക്കൊടുന്നതിന് ശേഷമാണ് ഞാൻ ഉസാറായത് എന്ന് നമ്മളെ മനസ്സിലുണ്ടാവും. പെണ്ണുങ്ങൾ ഇങ്ങോട്ടും പറയും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. യഥാർത്ഥം 2 ആൾക്കും അറിയാം. പക്ഷെ അതിൻ്റെ മേലൊന്നും കുലുമാല് കൂടാതെ നല്ല സന്തോഷത്തോടെ ഹാപ്പിയായി നമ്മൾ ജീവിക്കുക, ഹാപ്പിയായി ജീവിക്കുക. ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും രാവിലെ ഞാൻ എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ പുറത്തിറങ്ങുള്ളൂ. എത്ര തിരക്കുണ്ട്, ഞാനൊരു സ്ഥലത്ത് പോകണം, എനിക്കറിയാം അവിടെ ആടുണ്ടാവും ഇല്ലെങ്കിൽ കോഴി ഉണ്ടാവും എന്നൊക്കെ എനിക്കറിയാം. എന്നാലും എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഒരു പത്തിരിയും ഒരു ചട്ടിനിയുമാണെങ്കിൽ ഞാൻ അത് കഴിച്ചു പോകും. അത് ഭാര്യയ്ക്ക് സന്തോഷമാണ്. ചൊവ്വാഴ്ച ഒരു ദിവസം മാക്സിമം ഞാനും എൻ്റെ ഭാര്യയും ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. രാവിലെ പോരുമ്പോൾ എനിക്ക് ആദ്യമായി സോക്സ് ഇട്ട് തരുന്നത് എൻ്റെ ഭാര്യയാണ്. 24 വർഷമായി കല്യാണം കഴിച്ച് ഇന്ന് വരെ ഒരു അടിപിടി കൂടാതെ അൽഹംദുലില്ലാ സന്തോഷത്തോടെ കഴിയുന്നുണ്ട്. അല്ലാഹു തആല കുടുംബജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. പാർക്കങ്ങൾ ആമീൻ പറഞ്ഞ് എൻ്റെ പെണ്ണുങ്ങൾക്ക് അങ്ങക്കല്ല, അല്ല ബോധത്തോടുകൂടി തന്നെയല്ലേ പറഞ്ഞ്, അതെ ബോധത്തോടെ പറഞ്ഞേ. ഈ ദ്വാ അങ്ങനെ ദ്വാരക്കണം. നിങ്ങൾ എപ്പോഴേലും പെണ്ണുങ്ങൾക്ക് വരുന്നോ? നിങ്ങൾ എപ്പോഴേലും പെണ്ണുങ്ങൾക്ക് വരുന്നത് എവിടെ വരക്കണം? നിങ്ങളൊരു പ്രസവത്തിൻ്റെ സമയമാകുമ്പോൾ ഒരു മൂലയിലേക്ക് വിളിച്ചു, ഉസ്താദെ ലേബർ റൂമിലാണ് കേട്ടോ. അത് എന്തിനറിയോ? ഓപ്പറേഷൻ ആണെങ്കിൽ 2 ലക്ഷം ചിലവാകും, സുഖപ്രസവമാണെങ്കിൽ 35,000 ഉറുപ്പിക കൊണ്ട് തീരും. അതുകൊണ്ടാണ് അത് വരപ്പിക്കണത്, അല്ല ഓളോടുള്ള സ്നേഹം കൊണ്ടല്ലേ. അല്ല ശരിക്കും ആലോചിച്ചോളി, ഞാൻ ഉള്ളത് പറയണുള്ളൂ, ഇല്ലാത്തൊന്നും പറയണില്ല. അപ്പോൾ പെണ്ണുങ്ങൾക്കൊന്നും സ്നേഹിക്കണം. അതേപോലെ തന്നെ പെണ്ണുങ്ങൾ ഇങ്ങോട്ടും ദ്വാരക്കണം. പഠിച്ചോനെ എന്നാൽ ഓര് യഥാർത്ഥ ദ്വാരക്കുണ്ട്. നമുക്ക് സത്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മളൊരു കച്ചവടത്തിൽ പൊട്ടി, ഒരു 50,000 ദിർഹംസ് നഷ്ടപ്പെട്ടു. ആത്മാർത്ഥമായിട്ട് ആരാ ദ്വാരക്കുക? നമ്മളെ പെണ്ണുങ്ങളാണ്. നമ്മളെ പെണ്ണുങ്ങൾ ദ്വാരക്കും. പെണ്ണുങ്ങളോട് പറയാം, നമ്മളെ ഉമ്മയും ദ്വാരക്കും അല്ലേ. വാതിൽ രാത്രി ചെന്നിട്ട് 2 മണിക്ക് വാതിൽ മുട്ടുമ്പോൾ നമ്മളെ പെണ്ണുങ്ങൾ ഉറക്കത്തുനിന്ന് ഉണരുന്നതിന് മുമ്പ് ആര് ഉണരും? നമ്മളെ ഉമ്മാർ ഉണരും. ഈ ഇമ്മനെ നമ്മൾ ഉറപ്പിക്കാൻ പാടില്ല, ഭാര്യനെ നമ്മൾ ഉറപ്പിക്കാൻ പാടില്ല. ഇത് 2 കൂട്ടരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ്
പെണ്ണ് കെട്ടാനായ അടയാളം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവനാണ് തൻ്റെ ഇടമുള്ളവൻ, മറ്റവൻ തൻ്റെ ഇടമില്ലാത്തവൻ. അതുകൊണ്ട് സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പം പഠിച്ചെടുത്ത ധാർമ്മികത മുമ്പിൽ വെച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഒരു 10 തഹ്ലീൽ മരിച്ചുപോയ വാപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി ഒരു ഗിഫ്റ്റായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നൽകാം. അതുകൊണ്ട് എല്ലാവരും അൽഹംദുലില്ലാഹ് ഒന്ന് എണീറ്റ് നിന്ന് ഒരു 10 തഹ്ലീൽ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടുകൂടെ നാട്ടിലെ പോലെ തന്നെ നമ്മളിവിടെ ഒരുമിച്ച് കൂടി അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടു കൂടെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അള്ളാഹു എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. എല്ലാവരും ഇന്ന് തന്നെ ഇവിടുന്ന് തീരുമാനിക്കുക പരസ്പരം പൊരുത്തപ്പെടിക്കാൻ വേണ്ടി തീരുമാനിക്കുക. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മാപ്പനോടും ഉമ്മനോടൊക്കെ പൊരുത്തപ്പെട്ട് അങ്ങോട്ട് നമ്മൾ വിട്ടുകൊടുക്കുമ്പം നമുക്ക് ആയുസ് വർദ്ധിക്കും. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമും അസ്രായിൽ അലൈഹിസ്സലാമും ഒരു സമയം ഒരു സദസ്സിന്ന് കണ്ടുമുട്ടിയപ്പം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് അസ്രായിൽ ഇസ്ലാം ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ്റെ ആയുസ് 3 ദിവസം കൊണ്ട് ഞാൻ പിടിക്കുന്നു. ആരാ പറയണേ? അസ്രായില. ഒരപ്പീലില്ല. ആരോടാ പറഞ്ഞു? ദാവൂദ് നബിനോട് പറയാണ്. പടച്ചോനെ, ദാവൂദ് നബി അലൈഹി സ്വലാം 3 ദിവസം കഴിഞ്ഞ ഈ മനുഷ്യൻ മരിക്കുമല്ലോ, അയാളെ റൂഹ് പോകുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സമയം കറക്റ്റ് 12 മണിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിക്കാൻ 3-ാമത്തെ ദിവസം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിക്കുന്നില്ല. റൂഹ് പിടിക്കാതെ നിന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, എന്തേ കാരണം? പിന്നെ അസ്രായിൽ അലൈഹി സ്വലാമിനെ വേറൊരു സദസ്സിന്ന് കണ്ടുമുട്ടി. ദാവൂദ് അലൈഹി സ്വലാം വേറൊരു മുടിയളീച്ചൽ നിന്ന് കണ്ടുമുട്ടിയെന്ന് കൂട്ടിക്കോ. അങ്ങനെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല അസ്രായിൽ, നിങ്ങൾ വെറുതെ ബടായി അടിച്ച് ആ ചെങ്ങായി മരിക്കുന്നതാണ്, ഓപ്പം കുത്തിർക്കുണ്ടല്ലോ അവിടെ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹി സ്വലാമിൻ്റെ മറുപടി, എല്ലാ പേപ്പർ റെഡി ആയിന് ദാവൂദേ, എല്ലാം റെഡിയായി, പേപ്പർ വർക്കൊക്കെ ചെയ്ത് എല്ലാം റെഡിയായി. അങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഫ്ലൈറ്റിൽ ഇങ്ങനെ കയറി, പിന്നെ ഒന്നുമില്ല, എമിഗ്രേഷനൊക്കെ കഴിഞ്ഞോ, എല്ലാം ഓക്കെ ആയി നിൽക്കുകയാണ്. അറബി ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തലേന്നും അതിൻ്റെ തലേന്നൊക്കെ എപ്പോഴും മത്തായി ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഒരു ദിവസവുമില്ല, ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പാസ്പോർട്ടൊക്കെ കുത്തി എമിഗ്രേഷൻ കഴിഞ്ഞ് ഫ്ലൈറ്റ് ലോഞ്ചിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അറബി ഇങ്ങോട്ട് വിളിച്ചു, യാ മുഹമ്മദ് ഇന്ത ഫാൻ യാ മുഹമ്മദ് അനദഹൻ ഫിൽ മത്താർ, ഞാൻ എയർപോർട്ടിലാണ്. ഇൻഷാ അമേരിക്ക, ഞാൻ അമേരിക്കയിലേക്ക് യാത്ര പോവുകയാണ്, അതുകൊണ്ട് പൊരേക്ക് തന്നെ പോയിക്കോ, 2 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. എങ്ങനെ ഉണ്ടാവും? പെണ്ണേക്ക് ഒരു കോള്, അസ്സലാമു അലൈക്കും, പാത്തോ ഈ എവിടെ? ഞാനിവിടെ കരിപ്പൂരിന്നാണ് പോയി ആ സിഗ്നലെത്തിയിട്ടുള്ളൂ. വേമ്പ അറബി 2 മാസം കൂടി ലീവ് വന്നിക്കണ്. പെണ്ണുങ്ങൾ പിന്നെ സിഗ്നലൊന്നും നോക്കിയില്ല, 500 ഫൈൻ അടച്ചാലത്താ. ഓള് പിന്നെ ബെൽറ്റൊന്നും ഇടാതെ ഒരൊറ്റ വരവാ, കാരണം പുതിയാപ്പളിനെ കിട്ടിയല്ലേ, നല്ല സന്തോഷത്തോട്. എന്നതുപോലെ ലോഞ്ചിങ്ങിൽ ഇരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, എല്ലാം റെഡിയാണ് ദാവൂദേ, പക്ഷേ റൂഹിനെങ്ങനെ പിടിക്കാനുള്ള സമയമായപ്പോൾ അല്ലാഹു തആല അദ്ദേഹം ഒരു പണി ചെയ്തു. എന്തേ ചെയ്തത്? അദ്ദേഹം തെറ്റി നിന്നിരുന്ന, പിണങ്ങി നിന്ന ഒരാളോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, തെറ്റിയ ഒരാളോട് അങ്ങോട്ട് പോയിട്ടാണ് സലാം പറഞ്ഞു. സലാം പറഞ്ഞ് നന്നായപ്പോൾ 20 കൊല്ലത്തെ ആയുസ് അല്ലാഹു തആല അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തു. അതുകൊണ്ടാണ് അയാളെ റൂഹിനെ പിടിക്കാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ, നമ്മൾ ആരോടെങ്കിലൊക്കെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, ഭാര്യനോട് ഭർത്താവിനോട് വാപ്പനോട് ഉമ്മനോടൊക്കെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പിണക്കൊക്കെ നന്നാവണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭക്ഷണം ആരെ കയ്യിലും കൊടുക്കേണ്ട, ഒക്കെ കസാരയിൽ വെച്ചാൽ മതി. അതുകൊണ്ട് എൻ്റെ ദുആ ഞാൻ അപ്പം നിർത്തും ദുആ. കാരണം ചോറ് ഒരു ആരാധനയായി മാറാൻ പാടില്ല. എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് നട്ടപ്പിരാന്താത് ദ്വയർക്കണ നേരത്തെ ചോറ്റുമ്പതി കൈ കൊണ്ടേ കൊടുക്കും, ആളുകളൊക്കെ സ്വീപ്പ്. അതുകൊണ്ട് അയിമക്കാർ നോക്കണ്ട, എല്ലാവർക്കും ഓരോ പൊതി വരും ചെയ്യും ഇൻഷാ അല്ലാഹ്. അതന്നെ ചോറ്റുമ്പതി വരുമ്പോൾ തത്തപ്പോൾ മുത്തനൂർ തങ്ങൾ നിലകൊടുത്താൽ ഓരോരുത്തർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് കൊടുക്കുക, അങ്ങനെ മട്ടം. അപ്പോൾ അവിടെ നിന്നാൽ മതി. പക്ഷെ അതെല്ലാവരും നമ്മൾ ഒരു വാതിൽ കൂടെ വിടുമ്പോൾ അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ ഇൻഷാ അല്ലാഹ്. അതാണ് എൻ്റെ റാത്ത്. മറ്റേതെന്ത് വെച്ചാൽ ഒക്കെ ആളുകൾ അയിമൊക്കെ നോക്കി ഇൻ്റെ പൊതി വലുപ്പുണ്ടോ, ഒരാൾ ഞമ്മതിൽ കറിയില്ലേ എന്നൊക്കെ നോക്കുക. ഈ നേരം പോയി നേരത്ത് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടാവും. എല്ലാ സംഗതി നടക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. യാ അല്ലാഹു യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ നൂർ യാ അല്ലാഹ്, യാ ഖഹാർ യാ അല്ലാഹ്. സാധുക്കളാണ്, പാപികളാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. ഈ സമയം നീ കാണുന്നുണ്ട്, ഈ ദിവസം നിനക്കറിയാം. അർദ്ധരാത്രി കടന്ന സമയമാണ്, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. നൂറുകണക്കിന് സഹോദരങ്ങളും സഹോദരിമാരും ഞങ്ങൾ ഈ സമയത്ത് നിന്റെ മുമ്പിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ നീ വെറും കയ്യോടെ നീ തട്ടല്ല റഹ്മാനെ. അല്ലാഹുവേ വെറും കയ്യോടെ നീ തട്ടല്ല റഹ്മാനെ. സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ളാലിമീങ്ങളെ ദുൽമിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. കള്ളപ്രചാരകരുടെ പ്രചരണത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. വൃത്തിയുള്ള കൽബ് ഞങ്ങൾക്ക് നീ തരണം അല്ലാഹ്. വൃത്തിയുള്ള കൽബ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവേ ഈ ദിവസം പുന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് പുഞ്ചിരിക്കുന്നുണ്ട് ഈ സദസ്സ് കാണുമ്പോൾ. അല്ലാഹുവേ ഞങ്ങളെ ഈ സദസ്സിൽ ചെറിയ മക്കളുണ്ട്, ഗർഭിണികളാകുന്ന സഹോദരിമാരുണ്ട്, പിഞ്ചു പൈതങ്ങളെ കൈപിടിച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് ഉയർത്തുന്നവരുണ്ട്. അല്ലാഹുവേ ആയിരക്കണക്കിന് സ്വലാത്തുകൾ നിത്യവും ചൊല്ലുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. മുടങ്ങാതെ ദുആ നിസ്കരിക്കുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ടാവാം. മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ടാവാം. സുബ്ഹാനല്ലാഹ്, എത്രയോ ചെറുപ്പക്കാര് ആയിരക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലുന്നവരുണ്ട്. ഒരു ദിവസം ഞാൻ ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. ആ ചെറുപ്പക്കാരൻ നന്നായി ഫാൻറ്റും ഷൂവും ഇൻസൈഡും ഒക്കെ ചെയ്ത് നല്ല സുന്ദരമാകുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം എന്നോട് വന്ന് പറയുന്നു, ഉസ്താദേ ഞാൻ മുത്തുനബിയെ 2 പ്രാവശ്യം ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടിട്ടുണ്ട്. അവന്റെ മുഖം കണ്ടപ്പോൾ, അവന്റെ ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ ഒന്നുകൂടി അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം മുത്തുനബിയെ കാണാൻ നീ എന്ത് അമലാടാ ചെയ്തത് എന്ന് ചോദിച്ചപ്പം അവന്റെ മറുപടി, ഉസ്താദേ എന്റെ കൈ വിരലേക്കൊന്ന് നോക്കൂ, ഖാത്തം തസ്ബീഹ്. ആ വിരലിലുള്ള തസ്ബീഹ് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഓരോ ദിവസവും ഞാൻ 2000 സ്വലാത്ത് ചൊല്ലാറുണ്ട്. ചുരുങ്ങിയതാ ഞാൻ പറയുന്നത്. അങ്ങനെ 10,000 ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഞാൻ ചൊല്ലിയപ്പോൾ ഹബീബിനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ മുത്തുനബിയുടെ ഹദറത്തിലേക്ക് എത്താൻ 2 പേർക്ക് അവസരം നൽകിയ പ്രിയപ്പെട്ട മാന്യ സഹോദരൻ ഉൾപ്പെടെ അല്ലാഹുവേ മദീനയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണം അല്ലാഹ്. മദീനയിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. മുത്തുനബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. മുത്തുനബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. ഓരോ നബിമാർക്കും അല്ലാഹു ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. ആ ദുആക്ക് ഉത്തരവും കൊടുത്തിട്ടുണ്ട്. ആ ദുആക്ക് ഉത്തരമുള്ള ദുആയാണ് നൂഹ് നബി അലൈഹിസ്സലാം. ആ ദുആ നേരത്തെ ദുആ ചെയ്തു പോയി. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുമായി ബന്ധപ്പെട്ട വിഷമത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു, രക്ഷപ്പെടാൻ അവസരം കഴിഞ്ഞു പോയി. യൂനുസ് നബി അലൈഹിസ്സലാം മീന്റെ വയറ്റിൽ കുടുങ്ങിയപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്തു, അവസരം കഴിഞ്ഞു പോയി. അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം കൊണ്ട് വിഷമിച്ചപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്തു, കഴിഞ്ഞു പോയി. അങ്ങനെ ഓരോ നബിമാരും തൻ്റെ സ്വന്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ അവസരം ഉപയോഗിച്ച് കഴിഞ്ഞപ്പം നമ്മുടെ നബി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അല്ലാഹു ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. ആ ദുആ
ഇതുവരെ മുത്തുനബി ദുആ ചെയ്തിട്ടില്ല. നാളെ മഹ്ശറയിൽ ഹിസാബ് കഴിഞ്ഞ് ഓരോരുത്തരും നഫ്സി 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 എന്ന് വിളിക്കുമ്പോ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഉമ്മത്തി എന്ന് വിളിക്കുന്ന ഏക നബിയുണ്ടെങ്കിൽ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുന്ന അവിടുത്തെ ഇഷ്ടപ്പെട്ട ഉമ്മത്തീങ്ങളിൽ ഉൾപ്പെടാൻ ഈ സദസ്സ് നീ കാരണമാക്കണം റഹ്മാനെ. ഞങ്ങളെ പിഞ്ചുമക്കൾ മുത്തുനബിയോടുള്ള മഹബത്ത് പാട്ടായും പ്രസംഗമായും ദഫായും കവാലിയുമായി അവരവതരിപ്പിച്ചു. നമ്മുടെ ബുർദ ചൊല്ലിയ ഉസ്താദുമാർ മുത്തുനബിയോടുള്ള മഹബത്ത് അവർ പ്രകടിപ്പിച്ചു. അല്ലാഹുവേ അല്ലാഹുവേ ഈ മജ്ലിസ് അവിടുത്തെ ഇഷ്ടപ്പെട്ട ഉമ്മത്തീങ്ങളിൽ ഉൾപ്പെടാൻ നീ കബൂലാക്കാനുള്ള മജ്ലിസാക്കി നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മനസ്സിലൊരാഗ്രഹമുണ്ട് മദീന, ഞങ്ങളെ മനസ്സിലൊരാഗ്രഹമുണ്ട് മദീന. ആ മദീനയിൽ ഞങ്ങൾക്കൊന്ന് എത്തണം മുത്തുനബിയെ, ഞങ്ങൾക്കൊന്ന് കാണണം. മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മിംബറയുടെയും ഇടയിലുള്ള സ്ഥലം റൗളയാണ്. ആ റൗളയിലേക്കൊരു പെർമിഷൻ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമ് പറയുന്ന മജ്ലിസ് റൗളയാണ്. ആ റൗളയിലാ ഞങ്ങൾ ഇരിക്കുന്നത്. ഈ മജ്ലിസിൽ നിന്ന് അവിടത്തേക്കുള്ളൊരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ നീ വീട്ടണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെ നീ വീട്ടണം റഹ്മാനെ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാഹ്. മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് പള്ളിയിലെ ഇമാമിനൊരു അനൗൺസ്മെന്റ് ഉണ്ട്. ഈ കടക്കുന്ന ജനാസക്ക് മുമ്പിൽ കടമുണ്ട്. ആ കടങ്ങൾ മക്കൾ ഏറ്റെടുത്തിരിക്കുന്നു, കുടുംബങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങളെ ജനാസക്ക് മുമ്പിൽ വിളിച്ച് പറയേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്, നീ തരല്ല അല്ലാഹ്. അല്ലാഹുവേ രോഗികളാക്കി ഞങ്ങളെ നീ കടത്തല്ല റഹ്മാനെ. അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്. നിത്യമായി മരുന്ന് കുടിക്കേണ്ട രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. നിത്യമായി മരുന്ന് കുടിക്കേണ്ട രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ഒരു റോഡിന്റെ അരികിൽ നിന്ന് ഒരു ഹമ്പിന്റെ ചാരത്തോ ഒരു കുഴിയുടെ ചാരത്തോ നിന്ന് ഒരു ബക്കറ്റ് കാണിച്ച് ആ ബക്കറ്റിന്റെ മുകളിൽ ഞങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് പിരിവെടുക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ്. പിരിവെടുക്കേണ്ട രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ല റഹ്മാനെ. യാത്രക്കിടയിൽ നമ്മൾ കാണാറില്ലേ, റോഡ് സൈഡിൽ ബക്കറ്റുമായി നിൽക്കുന്നു, സിഗ്നലിൽ ബക്കറ്റുമായി നിൽക്കുന്നു. അല്ലാഹുവേ ഒരു മര്യാദക്കൊരു പനി തന്നാൽ നമ്മുടെ അഹങ്കാരമെല്ലാം കഴിഞ്ഞു പോയി. അല്ലാഹുവേ മുത്തുനബിയെ മഹബത്ത് വെക്കുന്നത് കാരണമായി വൃത്തിയുള്ള ഖൽബ് ഞങ്ങൾക്ക് തരണം റഹ്മാനെ. 2 കിഡ്നിയും നഷ്ടപ്പെട്ട് ഒരു യൂട്യൂബർ അടുക്കൽ ചെന്നുകൊണ്ട് ഗൂഗിൾ പേക്ക് വേണ്ടി അപേക്ഷിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ്. കഴിഞ്ഞ റമദാനിൽ ഞാൻ ഒരു കിഡ്നി പേഷ്യന്റ് അടുക്കൽ എത്തിയപ്പോൾ അദ്ദേഹം എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ ദുനിയാവ് കഴിഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ദുആ ചെയ്യേണ്ടത് ഒരു കാര്യത്തിനാണ്. ഒരു ഗ്ലാസ് വെള്ളവും 2 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം എനിക്ക് കുടിക്കണം. എൻ്റെ കുടുംബങ്ങൾ റമദാനിൽ 39 ഡിഗ്രി ചൂടാകുമ്പോൾ 4ഉം 5ഉം ഒക്കെ നാരങ്ങ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പം സാധുവായ എനിക്ക് വെള്ളം കുടിക്കാൻ പോലും വയ്യല്ലോ. അതുകൊണ്ട് എൻ്റെ ദാഹം തീരുന്നത്ര വെള്ളം കുടിക്കാൻ ഉസ്താദേ നിങ്ങൾ ദുആ ചെയ്യണം. പ്രിയപ്പെട്ട മുഅ്മിനേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നന്നായി ഭക്ഷണം കഴിക്കാൻ അല്ലാഹു നമുക്ക് അവസരം തന്നു, നല്ല പത്തിരി തിന്നാൻ അവസരം തന്നു, നല്ല മാംസം തിന്നാൻ നമുക്ക് അവസരം തന്നു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ദോരമുണ്ടാക്കി വെള്ളം കുടിക്കുന്ന
എത്ര ആളുകളുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണം അല്ലാ. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് നീ വീട് നൽകണം അല്ലാ. അല്ലാഹുവേ 30-25 വർഷമായി പ്രവാസ ലോകം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അതിൻ്റെ ഇടയിൽ കുടുംബത്തിന്റെ വലിയ ഉത്തരവാദിത്തത്തിന്റെ ഇടയിൽ 5 സെന്റ് സ്ഥലം വാങ്ങി വീടുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു പ്രവാസിയുടെ വേദനയാണ്, ഒരു പ്രവാസിയുടെ വേദനയാണ്. അല്ലാഹുവേ അല്ലാഹുവേ റാഹത്തുള്ള വീട് വെക്കാൻ തൗഫീക്ക് നൽകണം അല്ലാ. ലോണുമായി ബന്ധപ്പെടാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനേ. ഭാര്യയോടൊന്നിച്ച് നിൽക്കാൻ, ഭാര്യക്ക് ഭർത്താവിനോടൊന്നിച്ച് നിൽക്കാൻ, വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാ. നീ ഭാഗ്യം നൽകണം റഹ്മാനേ. അല്ലാഹുവേ എൻ്റെ ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി 16 വർഷമായി. അല്ലാഹുവേ ഇന്ന് ഈ മസ്കത്തിലുള്ള ദുആ എൻ്റെ ഉപ്പയുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാ. സ്നേഹമുള്ള എൻ്റെ ഭാര്യയുണ്ട്, ആ ഭാര്യക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനേ. രാത്രി 12 മണി 2 മണിയാകുമ്പോ വീട്ടിലേക്ക് ഞാൻ എത്തിയില്ലെങ്കിൽ ഉമ്മക്കൊരു വിളിയുണ്ട്, മോനെവിടെയാ? അതല്ലെങ്കിൽ ഉമ്മ ഡൈനിങ് ടേബിൾ വന്ന് നോക്കി എൻ്റെ തലപ്പാവ് ഡൈനിങ് ടേബിൾ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇല്ലെങ്കിൽ ഉമ്മ കർട്ടനൊന്ന് പൊക്കി കാറ് എത്തിയിട്ടുണ്ടോ എന്ന് നോക്കുന്നു. രണ്ടുമില്ലെങ്കിൽ എൻ്റെ മോൻ എവിടെയാ എന്ന ചോദ്യമുണ്ട്. ആ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലുള്ള സ്വർഗം മാതാപിതാക്കളുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം. ആ ഉപ്പയുടെ കാലിന്റെ ചുവട്ടിലുള്ള സ്വർഗം എന്ന് പറഞ്ഞാൽ അത്രയും ഉമ്മയെയും ഉപ്പയെയും സ്നേഹിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണം അല്ലാ. ഉമ്മയെന്ന് വിളിക്കാൻ ഉമ്മയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മക്കൊരു പ്രയാസവുമില്ല. 2 വർഷവും 1 വർഷവും ഒക്കെ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മ അല്ലാഹുവിലേക്ക് യാത്രയായി. ഉപ്പ എന്ന് വിളിക്കാൻ ആ ഉപ്പ അല്ലാഹുവിലേക്ക് യാത്രയായി. അല്ലാഹുവേ ആ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനേ. ജയിലിൽ കഴിയുന്ന സഹോദരങ്ങളുണ്ട്, നീ സലാമത്ത് നൽകണം റഹ്മാനേ. ഈ നാട്ടിൽ ബറക്കത്ത് നൽകണം അല്ലാ. ജോലിയിൽ ബറക്കത്ത് നൽകണം റഹ്മാനേ. വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഫാമിലിയുമായി ഇവിടെ ജീവിക്കുമ്പോ രാവിലെ എണീറ്റ് ഭർത്താവ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചായയും ഒരു കടിയും ഉണ്ടാക്കി കൊടുക്കാൻ മടി കാണിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന പെണ്ണുങ്ങളാവരുതേ. സുബ്ഹാനല്ലാഹ്. ഇന്നും എന്നോട് വേദന പറഞ്ഞ ഫാമിലിയുണ്ട്. ഉസ്താദേ, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു, തിരിച്ച് നാട്ടിലേക്ക് പോകാൻ മക്കളുടെ ടിക്കറ്റ് എടുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെയാണെങ്കിലും രാവിലെ ഞാൻ പോകുമ്പോൾ ഒരു ചായ തരാൻ അവർക്ക് മടിയാണ്. രാത്രി ഞാൻ 9 മണിക്ക് പണി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഭർത്താവ് വരുമ്പോൾ ഒരു നല്ല ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറയാൻ എത്തുന്നതിന് മുമ്പ് ഒരു മിസ് കോൾ. എന്തിനു വേണ്ടിയാണ്? വരുമ്പോൾ കഴിക്കണമെങ്കിൽ പൊറാട്ട വാങ്ങിക്കോ, റൊട്ടി വാങ്ങിക്കോ. സുബ്ഹാനല്ലാഹ്. അതുപോലെയുള്ള കുടുംബ ജീവിതമാവരുത്. എത്ര കഷ്ടപ്പാടാണെങ്കിലും ഭർത്താവ് ഭാര്യക്കും ഭാര്യ ഭർത്താവിനുമൊക്കെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനും കഴിപ്പിക്കാനുമൊക്കെ അവസരങ്ങൾ കണ്ടെത്തണം. അല്ലാഹുവേ ആ കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണം റഹ്മാനേ. അല്ലാഹുവേ നീ നൽകണം അല്ലാ. അല്ലാഹുവേ ഈ മജ്‌ലിസിന് വേണ്ടി കഷ്ടപ്പെട്ട ധാരാളം ആളുകളുണ്ട്. നമ്മളൊക്കെ
ചുറുചുറുക്കോടെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളെ ഈ കുട്ടികൾ ഈ സുന്ദരമായ രൂപത്തിൽ സ്റ്റേജിലേക്കൊന്ന് കയറാൻ കട്ടപ്പെട്ട നമ്മളെ ഉസ്താദുമാരുണ്ട്. അവർക്ക് നീ ബറക്കത്ത് നൽകണം അല്ലാ. ഈ മദ്രസയുടെ കമ്മിറ്റി അംഗങ്ങളുണ്ട്, അവർക്ക് നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. 30 വർഷം പൂർത്തിയാകുന്ന ഈ മദ്രസയാണ്. അതിന്റെ തുടക്കക്കാർ പലവരും ഇന്ന് നമ്മളോട് കൂടെയില്ല. അവർക്ക് മഗ്ഫിറത്ത് നൽകണം അല്ലാ. പ്രവാസ ലോകം ജീവിതം അവസാനിച്ച് നാട്ടിൽ കഴിയുന്നവരുണ്ട്, അവർക്ക് നീ ഖൈർ നൽകണം റഹ്മാനേ. ഇതിനു വേണ്ടി സഹകരിച്ച ധാരാളം ആളുകൾ, കുട്ടികൾക്ക് പ്രോത്സാഹനമെന്ന നിലയിൽ സമ്മാനങ്ങൾ നൽകിയ ആളുകളുണ്ട്, ഇന്നത്തെ മജ്‌ലിസിലേക്ക് ഭക്ഷണം തന്ന ആളുകളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനേ. 313 മദ്രസകൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ആ മദ്രസകളിൽ 241 മദ്രസകൾ പൂർത്തിയാകുമ്പോൾ 140ഓളം മദ്രസകൾ AC സംവിധാനത്തോടെ നിലവിൽ വരുമ്പോൾ അതിനൊക്കെ സഹായിച്ച ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ ചൊരിയണം റഹ്മാനേ. ഏത് പണ്ഡിതന്മാരെയും ചീത്ത പറയരുത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരമാണ് ആലിമീങ്ങൾ. ഒരു ആലിമിനെ തെറി വിളിക്കുമ്പോൾ അംബിയാക്കന്മാര് വേദനിക്കുന്നുണ്ട്. ഒരു സയ്യിദിനെയും നിങ്ങൾ പാർട്ടി തിരിച്ചോ രാഷ്ട്രീയമോ ഇല്ലെങ്കിൽ സംഘടനയോ തിരിച്ചുകൊണ്ട് ചീത്ത പറയരുത്. ഒരു സയ്യിദിനെ തെറി വിളിക്കുമ്പോൾ മദീനയിൽ നിന്ന് മുത്തുനബി വേദനിക്കുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അൽഹംദുലില്ലാ, ഇതുപോലെ സ്വർഗത്തിൽ മുത്തുനബിയുടെ ചാരത്ത് വെച്ചുകൊണ്ട് കാണാനും കൂടാനും അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. അവസാനമായി ഒരൊറ്റ ഉപദേശം എൻ്റെ നഫ്സിനോട് 2 പ്രാവശ്യവും 1 പ്രാവശ്യം നിങ്ങളോടും. 5 വക്ത് നിസ്കാരം കറക്റ്റ് നിസ്കരിക്കണം. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഒരു നിസ്കാരവും നഷ്ടപ്പെട്ടു പോകരുത്. പ്രത്യേകമായും സുബഹി നിസ്കരിച്ച് ഒരൽപ്പനേരം 1 പേജ് ഖുർആൻ ഓതണം. 1 പേജ് ഖുർആൻ ഓതണം. വാട്സപ്പ് 3 നോക്കുന്ന സമയം കൊണ്ട് 1 പേജ് ഖുർആൻ ഓതാൻ കഴിയണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാവണം. 1 മാസമാകുമ്പോൾ 1 ഖത്തം തീർത്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയണം. ദിവസവും 300 സ്വലാത്ത് ചൊല്ലണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 300 സ്വലാത്ത് ഒരു ദിവസം ചൊല്ലുമ്പോഴാണ് ഞാൻ മുത്തുനബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും 300 സ്വലാത്ത്, ഒരു ചെറിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, എല്ലാവരും ചൊല്ലട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഉറങ്ങുന്നത് വരെ ചൊല്ലാം, ഉറങ്ങുന്നത് വരെ ചൊല്ലാം. ഒരു നിയ്യത്തും ആവശ്യമില്ല. അങ്ങനെ സ്വലാത്ത് ചൊല്ലി മുത്തുനബിയെ കാണണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും അവിടെ ഇരിക്കുക. ഖാജ പാപ്പാൻ്റെ ഒരു ബെയ്ത്ത് ഇൻഷാ അല്ലാഹ് ഇപ്പം ചൊല്ലും. ആ ഭക്ഷണം അങ്ങനെ നിങ്ങളെ കയ്യിലേക്ക് എല്ലാവരും വരും. എല്ലാവർക്കും ഭക്ഷണം കിട്ടിയിട്ട് എല്ലാവരും ഒന്നിച്ച് പോയാൽ മതി. എല്ലാവരും ഇൻഷാ അല്ലാഹ് അവിടെ ഇരിക്കുക. ഫളൽ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ മേൽ ഫാത്തി ഓതിയാണ് ഞാൻ അൽഹംദുലില്ലാഹ് ഈ പരിപാടി തുടങ്ങിയത്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ, അവിടുത്തെ മകൻ ഫഖ്റുദ്ദീൻ തങ്ങൾ, അവിടുത്തെ പേരമകൻ ഉസാമുദ്ദീൻ തങ്ങൾ, എല്ലാവരുടെ പേരിലും ഇൻഷാ അല്ലാഹ് ഭക്ഷണം വേഗം കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാവരുടെ കയ്യിലേക്കും വരും ഇൻഷാ അല്ലാഹ്. ഖാജാ ഖാജാ യാ ഖാജാ ഖാജാ മൊയ്ൻ, ഖാജാ 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 യാ ഖാജാ മൊയ്ൻ, യാ മൊയ്നുദ്ദീനെ കരം തരൂ, മദദേകും സമീനെ വരം ഗുരു, മധുഖുദാ ശരാബെ പകർന്നിടൂ, മധുഖുദാ ശരാബെ പകർന്നിടൂ, മനമുരാദ് വീട്ട നണങ്ങിടൂ, जाने जाना तुमको पाया ज़माने से किनारा करके, ख्वाजा ख्वाजा या ख्वाजा ख्वाजा मोइन, ख्वाजा 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 या ख्वाजा मोइन, ख्वाजा ख्वाजा या ख्वाजा ख्वाजा मोइन, ख्वाजा 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 या ख्वाजा मोइन. മുന്തും റസൂലുള്ളാഹി
വാഹിദീനിൻ പൊൻചിരാതുകളാൽ ഹിന്ദിൻ സുഗന്ധപ്പൂ ചുരത്തി കാവലെ ഖ്വാജ. വല്ലാത്തൊരാനന്ദം തരുന്ന ഖ്വാജ തൻ ദർബാർ, എല്ലാത്തിനും പരിഹാരമാണ് സഞ്ചരി ദിൽദാർ. ചിശ്തി വലിയങ്ങിൻ മുരീദായി സ്വീകരിക്കാമോ? ജാനെ ജാന തുംകോ പായാ ജമാനെ സേ കിനാരാ करके ख्वाजा ख्वाजा या ख्वाजा ख्वाजा मोईन, ख्वाजा 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 या ख्वाजा मोईन, ख्वाजा ख्वाजा या ख्वाजा ख्वाजा मोईन, ख्वाजा 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 या ख्वाजा मोईन. या मोईनुद्दीने करम तरु मददे गुम ज़मीने वरम गुरु मधु खुदा शराबे പകർന്നിടൂ, മധു ഖുദാ ശരാബെ പകർന്നിടൂ, മനമുരാദ് വീട്ടാനണിടൂ. ജാനി ജാന തുംകോ പായാ ജമാനെ സേ കിനാരാ करके तुमको पाया जमाने से किनारा करके ख्वाजा ख्वाजा या ख्वाजा ख्वाजा मोईन, ख्वाजा 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 या ख्वाजा मोईन, ख्वाजा ख्वाजा या ख्वाजा ख्वाजा मोईन, ख्वाजा 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 या ख्वाजा मोईन, ख्वाजा ख्वाजा या ख्वाजा ख्वाजा मोईन, ख्वाजा 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 या ख्वाजा मोईन. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ കൊടുത്തപ്പോൾ 2 സമ്മാനങ്ങൾ വിട്ടുപോയിട്ടുണ്ട് കൊടുക്കാൻ. ഒന്ന്, കഴിഞ്ഞ നാഷണൽ തിലവ മത്സരത്തിൽ സെക്കൻഡ് പ്രൈസോട് കൂടി വിജയിച്ച സാലിമിനുള്ള ഒരു പ്രസൻറ്റേഷനാണ്. ബാസിത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നത് ഏറ്റുവാങ്ങണം. 2, സ്മാർട്ട് സ്കോളർഷിപ്പിൽ വിജയിച്ച അയാൻ ഐറ, ഈ 2 വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാനമാണ്. 3, റീജിയണിൽ തിലാവയിൽ ഫസ്റ്റ് ലഭിച്ച ഹിന ഫാത്തിമ. ഈ 4 കുട്ടികൾ അവരുടെ രക്ഷിതാക്കളോ വേഗം സ്റ്റേജിൽ വന്ന് ആ സമ്മാനം ഏറ്റുവാങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹിന ഫാത്തിമ, ഐറ, അയാൻ, സാലിം ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഈ സമ്മാനം വന്ന് ഏറ്റുവാങ്ങേണ്ടതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.